ഈ അടുത്ത കാലത്തായി നമ്മുടെ ഇടയിൽ ധാരാളമായി ചർച്ച ചെയ്യപ്പെട്ട, പ്രത്യേകിച്ച് പലസ്തീൻ ഇസ്രായേൽ വിഷയവുമായി ബന്ധപ്പെട്ട രക്തരൂക്ഷിതമായ പശ്ചിമേഷ്യ മുഴുവനും അസമാധാനത്തിന്റെയും അശാന്തിയുടെയും കരിനിഴൽ വിടർത്തിയ ഇസ്രായേൽ പലസ്തീൻ പോരാട്ടത്തിന്റെ പശ്ചാത്തലത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് ഇമാം മഹ്ദി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആഗമനം. ഇമാം മഹ്ദിയുടെ ആഗമനവുമായി ബന്ധപ്പെട്ട് വളരെ വലിയ ഒരു ചർച്ചകൾക്കൊന്നും സാധ്യതയില്ല. ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, സഹീഹായ ഹദീസുകളിൽ വന്ന കുറച്ച് ഹദീസുകളാണ് ഇമാം മഹ്ദി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആഗമനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ഈ വിഷയം ആര് കൊടുത്താലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് ധാരാളം ചർച്ചകൾ നമ്മുടെ ഇടയിൽ നടക്കുന്നുണ്ട്. ഇമാം മഹ്ദി വരാറായി, ലോകാവസാനം അടുക്കാറായി, ഇനി അധികകാലം ഈ പ്രപഞ്ചത്തിന് ആയുസ്സില്ല. 2030 ഇമാം മഹ്ദി അലൈഹിസ്സലാത്തു വസ്സലാം വരുമെന്ന് വളരെ കൃത്യമായി പ്രവചിച്ച ആളുകളുണ്ട്. പ്രവചനത്തിന് യാതൊരുവിധ കുഴപ്പമില്ല. നമ്മുടെ ഇടയിൽ യൂട്യൂബ് ചാനലുകൾ അവരവർക്കായി വളരെ വ്യവസ്ഥാപിതമായി നിലവിൽ വന്ന കാലം മുതൽ തർക്കങ്ങൾക്കും തർക്കവിതർക്കങ്ങൾക്കും യാതൊരുവിധ കുറവുമില്ല. കാരണം അവനവന്റെ ചാനലുകൾ 2030 ഇമാം മഹ്ദി എത്തും എന്നൊരു ഹെഡിങ് കൊടുത്താൽ പിന്നെ ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് അതിൽ വ്യൂവേഴ്സായി കയറുന്ന ആളുകൾ ഇങ്ങനെ ഒരു കച്ചവട തൽപരതയോടുകൂടി നടത്തപ്പെടുന്ന പലതിന്റെയും ഇടയിലാണ് 2030 ഇമാം മഹ്ദി അലൈഹിസ്സലാത്തു വസ്സലാം എത്തുന്നു. ഞാനൊരു ആമുഖമില്ലാതെ ആ വിഷയത്തിലോട്ട് കടക്കുമ്പോ 2030 ഇമാം മഹ്ദി അലൈഹിസ്സലാത്തു വസ്സലാം വന്നാൽ ധാരാളം ആളുകൾ അങ്ങനെ വിശ്വസിക്കുന്ന ആളുകളാണ്. സ്ത്രീകളൊക്കെ ഇമാം മഹ്ദി വരുമെന്ന് പറഞ്ഞ് തസ്ബീഹിന്റെ എണ്ണമൊക്കെ കൂട്ടാൻ തുടങ്ങി കഴിഞ്ഞു. ഇനിയിപ്പോ അധികമൊന്നുമില്ല. 2030 ഇമാം മഹ്ദി അലൈഹിസ്സലാത്തു വസ്സലാം വന്നാൽ അത് ശരിയാണെങ്കിൽ 2070 ലോകം അവസാനിക്കണം. കാരണം ഇമാം മഹ്ദി വന്നാൽ പിന്നെ 40 വർഷമാണ് അദ്ദേഹം ഭൂമിയിൽ ഉണ്ടാവുക. അപ്പൊ 2070 ലോകാവസാനത്തിന്റെ ഏതാണ്ട് തയ്യാറെടുപ്പുകളൊക്കെ ഈ ലോകത്തുണ്ടാവണം എന്നതാണ് സത്യം. 40 വർഷം ഇമാം മഹ്ദി ഉണ്ടാവും. അപ്പൊ 2070 ഏതാണ്ട് ലോകം അവസാനിക്കുന്ന പ്രക്രിയകളിലോട്ട് കടന്നു പോകണം. ഇങ്ങനെ ശാസ്ത്രബോധം തൊട്ടുതീണ്ടിയിട്ടില്ലാത്ത, മതബോധങ്ങളുടെ അടിസ്ഥാനമില്ലാത്ത പല പ്രവചനങ്ങളും നമ്മുടെ ഇടയിൽ പലതിന്റെയും ആധാരശിലകളിൽ അടിസ്ഥാനമാക്കി ഇമാം മഹ്ദി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആഗമനവുമായി ബന്ധപ്പെട്ട് പറയാറുണ്ട്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകം മുഴുവനും അശാന്തിയുടെയും അസമാധാനത്തിന്റെയും കരിനിഴൽ പുകഞ്ഞു നിൽക്കുന്ന ഒരു കാലത്ത് ആ അശാന്തിയുടെ ഇടയിൽ സമാധാനത്തിന്റെ വെളിച്ചവുമായി ഒരു മഹാനായ മനുഷ്യൻ കടന്നു വരും. ഇമാമുനാ മഹ്ദി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന അസന്നിഗ്ധമായി അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് ഇമാം മഹ്ദി അലൈഹിസ്സലാത്തു വസ്സലാമിൽ വിശ്വസിക്കൽ ഒരു മുഅ്മിനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യതയാണ്. എന്തിനേറെ മഹാനായ ഇബ്നു ഹജർ റഹിമഹുല്ലാഹി പോലെയുള്ള മഹാരഥന്മാർ ഒരാൾ ദജ്ജാലിനെ കളവാക്കിയാൽ അവൻ ഇസ്ലാമിന് പുറത്താണ്, ഇമാം മഹ്ദി ഒരാൾ നിഷേധിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്ന് അഭിപ്രായപ്പെട്ട മഹാരഥന്മാരായ പണ്ഡിതന്മാര് നമ്മുടെ ഇടയിൽ കടന്നുപോയിട്ടുണ്ട്. ഇമാം മഹ്ദി അലൈഹിസ്സലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചയിൽ ഒന്ന് ഇമാം മഹ്ദി ലോകത്തിലേക്ക് വരുമെന്ന് വിശ്വസിക്കൽ നമ്മുടെ വിശ്വാസത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ്. പിന്നെ ഇവിടെ പ്രശ്നം അവിടെയാണ്, എന്നാണ് വരിക, എപ്പോഴാണ് വരിക എന്ന് പറഞ്ഞ് കൃത്യമായി നമ്മൾ നിർവചിച്ച് പറയാൻ മെനക്കെടണ്ട എന്നതാണ് ബഹുഭൂരിപക്ഷ പണ്ഡിതന്മാരുടെയും അഭിപ്രായം. ഇമാം മഹ്ദി വരുന്നതിനെ കുറിച്ച് കൃത്യമായൊരു തീയതി പറയണ്ട. നമ്മൾ ഇമാം മഹ്ദി വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. നമ്മളായിട്ട് ഇമാം മഹ്ദിയെ വിളിച്ചു വരുത്തണ്ട.
അങ്ങനെ ഒരു ആവശ്യമില്ലല്ലോ. ഇമാം മഹ്ദി വന്നേ വെച്ചു. ചില ആളുകളെ നമ്മുടെ കേരളത്തിൽ തന്നെ ആളുകളുണ്ട്, ഞാൻ ഇമാം മഹ്ദിയെ കണ്ട് മുസാഫഹത്ത് ചെയ്തിട്ടേ പോകൂ എന്ന് പറഞ്ഞ ആളുകളൊക്കെ നമ്മുടെ കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ട്. ഇനി എങ്ങനെ അവര് മരിക്കണേനും ഇമാം മഹ്ദി വന്നില്ലെങ്കിലോ? അപ്പൊ മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നത് ഇമാം മഹ്ദി 2030 വരും, 2040 വരുമെന്നൊക്കെ നമ്മൾ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായി രേഖപ്പെടുത്തുകയും എങ്ങാനും സംഭവിക്കാതിരിക്കുകയും ചെയ്താൽ വിശുദ്ധമായ ഇസ്ലാമിനെ അപഹസിക്കാനും പരിഹസിക്കപ്പെടാനും അതൊരു കാരണമാകുന്നത് കൊണ്ട് ഇമാം മഹ്ദി അലൈഹിസ്സലാത്തു വസ്സലാമിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ആ വരുന്നതിന്റെ തീയതികളെ കൃത്യമായി നിർണയിക്കാതിരിക്കുകയും ചെയ്യുക എന്നതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചോളം ഏറ്റവും അഭികാമ്യമായ ഒരു കാര്യമെന്ന് ആദ്യം തന്നെ ഈ വിഷയത്തിന് ആമുഖമായി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ ഇമാം മഹ്ദിയുമായി ബന്ധപ്പെട്ട് എന്നാണ് വരിക, എപ്പോഴാണ് വരിക എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് മറുപടി എന്താ? ആ മറുപടി അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങൾക്ക് ചിലപ്പോൾ സൗണ്ട് ഉണ്ടാവും, എനിക്കിത് പറ്റില്ല. ഞാൻ 2 മണിക്കൂർ പറയണ്ടേ. നിങ്ങൾ ഓർക്കുക നന്നായിട്ട് സൗണ്ട് ഉണ്ടാവും. മൈക്കൊരു വലിയ വിഷയമാണ്. അത് നമുക്ക് കൂടി കറക്റ്റ് ആകുമ്പോഴേ ഉള്ളൂ 2 മണിക്കൂറൊക്കെ കൃത്യമായിട്ട് പോകും. അല്ലെ നിങ്ങൾ പറയും ലോകാവസാനം പോലെ ആയില്ല, അതുപോലെ ആയില്ല, ഇതുപോലെ ആയില്ല. ഇതെല്ലാം കൂടെ ഒന്നിച്ചൊരു ഘടകങ്ങൾ ഒന്നിച്ചു വരാം. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആൻ ഈ ചോദ്യത്തിന് ഏറ്റവും കൃത്യമായ മറുപടി പറയുന്നുണ്ട്. നബിയേ യസ്അലൂനക അനിസ്സാഅതി അയ്യാന മുർസാഹാ ഫീമാ നദമിന ദിക്റാഹാ ഇലാ റബ്ബിക മുൻതഹാഹാ. വിശുദ്ധമായ ഖുർആൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ പ്രവാചകരോട് പറയുകയാണ്, നബിയേ യസ്അലൂനക അനിസ്സാഅ, അങ്ങയുടെ അടുക്കലോട്ട് വന്നിട്ടവരെ എന്നാണ് ഖിയാമത്ത് നാളെന്ന് അങ്ങയോട് ചോദിച്ചാൽ നബിയേ അയ്യാന മുർസാഹാ, എപ്പോഴാണ് ഖിയാമത്ത് നാൾ വരുന്ന അങ്ങയോട് ചോദിച്ചാൽ ആ സമയത്ത് അവരോട് അങ്ങ് പറയേണ്ട മറുപടി ഏതാ? ഫീമാ അൻത മിന ദിക്റാഹാ, അവരോടൊരു പറഞ്ഞു കൊടുക്കേണ്ടത് ഞാൻ ഇതിനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി വന്ന ഒരാളാണ്. സഹോദരങ്ങളെ, എന്നാണ് ലോകം അവസാനിക്കുക? എന്നാണ് ഈ സൂര്യൻ പടിഞ്ഞാറ് നിന്നുദിക്കുക? എന്നാണ് ഈ ഭൂമി പൊട്ടിപ്പിളരുക? എന്നാണ് നക്ഷത്രങ്ങൾ ഉതിർന്ന് താഴോട്ട് വീഴുക? എന്നാണ് ഈ ഭൂമിയിലെ പർവ്വതങ്ങളെ ധവളമായി പൊളിക്കപ്പെടുക? എന്ന അങ്ങയോട് എന്നാണ് ഈ ലോകത്തിന്റെ അവസാനമെന്ന് ചോദിച്ചാൽ ആ പ്രവാചകരോട് പറയാൻ അല്ലാഹു പറഞ്ഞ മറുപടി ഏതാ? അത് വിജ്ഞാനത്തിന്റെ പരിമിതി കൊണ്ടാണോ? ഊതീതു ഇൽമൽ അവ്വലീന വൽ ആഖിരീൻ, ഈ ലോകത്തുള്ള മുൻഗാമികളുടെയും എല്ലാവർക്കും നൽകപ്പെട്ട വിജ്ഞാനം അല്ലാഹു എനിക്ക് നൽകിയിട്ടുണ്ട്. ലോകത്തിന്റെ വിജ്ഞാന ഭണ്ഡാരത്തിന്റെ താക്കോല് നൽകപ്പെട്ട ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ആ പ്രവാചകരോടാണ് പറയുന്നത്, നബിയേ ഞാൻ വെറുതെ നിങ്ങളോട് ഓർമ്മിപ്പിക്കാൻ വേണ്ടി വന്ന ഒരാൾ മാത്രമാണ്. ഇലാ റബ്ബിക മുൻതഹാ, എപ്പോഴാണ് അതിന്റെ അവസാനം സംഭവിക്കുക? എങ്ങനെയാണ് അടയാളങ്ങൾ വരിക? എപ്പോഴാണ് കടലിൽ തീ കത്തുക? എപ്പോഴാണ് കൽബ് പൊളിക്കപ്പെടുക? എപ്പോഴാണ് പശ്ചിമേഷ്യയിൽ യുദ്ധം കൊടുമ്പിരിക്കൊള്ളുക? എപ്പോഴാണ് എന്ന് കൃത്യമായി അറിയാവുന്നത് അല്ലാഹുവിന് മാത്രമാണ്. അതുകൊണ്ട് അങ്ങ് ചോദിക്കുന്നവരോട്, അങ്ങയോട് ചോദിക്കുന്നവരോട് ആ മറുപടി പറയണമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞു തരികയാണ്.
അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, ലോകത്തിൽ ഇമാം മഹ്ദി എപ്പോഴാണ് വരിക എന്ന് ചോദിച്ചാൽ അത് വിളിച്ചു വരുത്താനല്ല, അതിപ്പോഴാണ് ഇന്ന തീയതിയിലാണ് ഇന്ന നേരത്താണെന്ന് പറഞ്ഞ് പിന്നീട് ഒരു കാലത്ത് ഇസ്ലാമിനെ അപഹസിക്കാൻ, ഈ ദർശനങ്ങളെ ചവിട്ടി മതിക്കാൻ പ്രബലമായ തെളിവുകളില്ലാതെ നിർമ്മലമായ കാലത്തെ കുറിച്ച് പറയുകയല്ല. പിന്നെ എന്തെന്നറിയുമോ, എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടി എപ്പോഴാണ് ഇമാം മഹ്ദി വരിക, എപ്പോഴാണ് ദജ്ജാൽ പുറപ്പെടുക, എപ്പോഴാണ് ദാബത്തുൽ അർള് വരിക, എപ്പോഴാണ് കഅബാലയം പൊളിക്കപ്പെടുക, എല്ലാ ചോദ്യത്തിനും കൃത്യമായ ഒരേ ഉത്തരം പറഞ്ഞിട്ടാണ് ലോകത്തിന്റെ നേതാവ് ഇവിടെ നിന്ന് വിട പറഞ്ഞു പോയത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒരേ ഒരു മറുപടിയാണ്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നിട്ട്, നബിയെ എപ്പോഴാണ് ലോകം അവസാനിക്കുന്നതെന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കവേ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞൊരു മറുപടി ഉണ്ടല്ലോ, അൽ മസ്ഊലു അൻഹാ ബിഅലമ മിനസ്സായിലി, ചോദിക്കപ്പെട്ട ആൾ ചോദിച്ചാളേക്കാൾ അറിവുള്ള ആളല്ല. നിങ്ങൾ എന്നോട് ചോദിച്ചാൽ എപ്പോഴാണ് ഇമാം മഹ്ദി വരുന്നത്, ഒരേ ഒരു മറുപടിയേ ഉള്ളൂ, അൽ മസ്ഊലു അൻഹാ ബിഅലമ മിനസ്സായിലി, ചോദിക്കപ്പെട്ട ആൾ ചോദിച്ചാളേക്കാൾ ഇക്കാര്യത്തിൽ പരിചയമുള്ളവരല്ല. എന്നാൽ സഹോദരങ്ങളെ, ഇമാം മഹ്ദി അലൈഹിസ്സലാത്തു വസ്സലാം ഈ ലോകത്ത് വരുന്നതിന് മുമ്പുള്ള കുറെ അടയാളങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ ഈ ലോകത്തോട് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ എത്ര അടയാളങ്ങളാണ് പറഞ്ഞത്. കാലക്രമങ്ങളെ കൂട്ടിവെച്ചിട്ട് നിർമ്മിതമായ തീയതി പറയാനല്ല, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതേതെന്നറിയോ, ഈ ഭൂമി മുഴുവനാണ് അന്ധകാരം നിറയുമ്പോ ഇമാം മഹ്ദി അലൈഹിസ്സലാത്തു വസ്സലാം വരുന്ന പശ്ചാത്തലത്തെ കുറിച്ച് പ്രവചിക്കവേ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക്, ഇമാം മഹ്ദി ആഗമനവുമായി ബന്ധപ്പെട്ട് 3 കാര്യങ്ങളാണ് പറയാനുള്ളത്. അതിലൊന്നാമത്തേതാണ് വിനീതം പറയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ ഇമാം മഹ്ദി അലൈഹിസ്സലാത്തു വസ്സലാം വരുന്ന കാലം പറയുമ്പോ ആ കാലത്തിന്റെ പ്രത്യേകത, ഈ പരിസരം മുഴുവനും അന്ധകാരം ഇങ്ങനെ വല്ലാതെ കട്ടപിടിക്കുമ്പോ ആ അന്ധകാര നിബിഡമായ ലോകത്തിന് വെളിച്ചം വരാനാണ് ഇമാം മഹ്ദി എന്ന് പറയുന്ന ലോകത്തിന്റെ ഭരണാധികാരി വരുന്നതെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ധകാര നിബിഡമായ ഒരു ലോകമായി മാറുക. അങ്ങനെ നോക്കുമ്പോൾ ഇമാം മഹ്ദിയുടെ ആഗമനം എത്രയും പെട്ടെന്ന് ഒരേ അന്ധകാര നിബിഡമായി നമ്മുടെ പരിസരങ്ങൾ മാറിപ്പോവുകയാണ്. എവിടെ അന്ധകാരമാണ്, വെളിച്ചമില്ലാത്ത ഭൂമിയായി നമ്മുടെ ഭൂമി മാറുമ്പോ എല്ലായിടത്തും അക്രമത്തിന്റെയും അശ്ലീലത്തിന്റെയും അനാവശ്യത്തിന്റെയും അനാചാരങ്ങളുടെയും അന്ധകാരത്തിന് നിറഞ്ഞു നിൽക്കുകയാ. ആ അന്ധകാരത്തെ കുറിച്ചാണ് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചപ്പോ, നബിയേ ലോകാവസാനത്തിന്റെ അടയാളങ്ങൾ പറയവേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു അടയാളമുണ്ട്, അനതരിദൽ അമതു റബ്ബതഹാ വഅനതരിദൽ അമതു റബ്ബതഹാ, അടിമ സ്ത്രീ അവളുടെ യജമാനത്തിയെ പ്രസവിക്കുക. ഞാൻ ആ ചെറിയ ചെറിയ അടയാളങ്ങളൊക്കെ വളരെ വിശദമായി പ്രസംഗങ്ങൾ കടന്നുപോയിട്ടുണ്ട്. എന്നാൽ തടിച്ചുകൂടി എന്റെ ജനാവലിയോട് എന്നാണ് ഇമാം മഹ്ദി ആഗതമാകുന്നതെന്ന് പറയുമ്പോ ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒരു അടയാളമാണ്, അടിമ സ്ത്രീ അവളുടെ യജമാനത്തിയെ പ്രസവിക്കുക. ധാരാളം വ്യാഖ്യാനങ്ങൾ അതിന് പറഞ്ഞ കൂട്ടത്തിൽ മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞ ഒരു വ്യാഖ്യാനം ഏതെന്നറിയോ, അടിമ സ്ത്രീ പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ ഉമ്മമാരെ പ്രസവിക്കുന്ന മക്കൾ, ആ മക്കൾ ഉമ്മമാരെ അടിമകളെ പോലെ കണക്കാക്കുന്ന ഒരു കാലം വന്നാൽ മഹാന്മാരെ രേഖപ്പെടുത്തി
രേഖപ്പെടുത്തി വെച്ച ഒരു വിവരമാണിത്. ഇന്നത്തെ കാലത്തിന്റെ ചെറിയ ചലനങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോ അടിമ സ്ത്രീ യജമാനത്തിയെ പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ നൊന്തു പ്രസവിച്ച ഉമ്മയെ മക്കൾ അടിമയെ പോലെ കണക്കാക്കുക. വാപ്പ ഇവിടെ അഭിപ്രായം പറയണ്ട, ഇക്കാര്യത്തിൽ ഉമ്മ ഇടപെടണ്ട, ഇക്കാര്യത്തിൽ വാപ്പ ഇടപെടണ്ട. നിങ്ങളാ വീടിന്റെ മൂലയിൽ കഴിഞ്ഞാൽ മതി. നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത് ഞങ്ങളാണ്, നിങ്ങൾക്ക് മരുന്ന് വാങ്ങിച്ചു തരുന്നത് ഞങ്ങളാണ്. ഞങ്ങളുടെ ചെലവിൽ കഴിയുന്നത് കൊണ്ട് ഞങ്ങള് പറയുന്നത് പോലെ നിങ്ങൾ അനുസരിച്ചാൽ മതിയെന്ന് മാതാപിതാക്കളെ ഉമ്മ പ്രസവിച്ചത് അവരുടെ മകനെയല്ല, ആ ഉമ്മ പ്രസവിച്ചത് അവരുടെ യജമാനനെയാണ്. മക്കൾ യജമാനന്മാരാവുകയും മാതാപിതാക്കൾ അടിമകളാവുകയും ചെയ്യുന്ന കാലം വന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരാ, എത്ര കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ മലയാള ചലച്ചിത്ര മേഖലയിൽ പോലും 2 മണിക്കൂറോളം അനുവാദകരെ ഹൃദയത്തിൽ പിടിച്ചു വെച്ചിയ സിനിമാ നടന്മാരുടെ വാർദ്ധക്യകാലം മുഴുവനും വാർദ്ധക്യ ഹോമകളിലാകുമ്പോ അവിടെ എല്ലാവരും വൃദ്ധസദനങ്ങളിൽ അഭയം തേടുന്ന സിനിമാ താരങ്ങൾ. അവര് പ്രസവിച്ച മക്കളെ നിസ്സാരരല്ല, അവര് ജന്മം കൊടുത്തത് നിസ്സാരന്മാർക്കല്ല. പക്ഷേ മക്കൾ കോടീശ്വരന്മാരായി വാടുമ്പോഴും എല്ലാ സന്തോഷത്തോടെ മക്കൾ വാടുമ്പോഴും മാതാപിതാക്കൾ വൃദ്ധസദനത്തിലോട്ട് വലിച്ചെറിയപ്പെടുന്ന കാലം വന്നാൽ ആ കാലമാണ് ഇമാം മഹ്ദി വരാനുള്ള കാലമെന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിൽ നമുക്ക് ജന്മം നൽകിയ, നമ്മുടെ ജീവിതത്തിന്റെ സൗഭാഗ്യങ്ങൾക്ക് തുടക്കം നൽകിയ, കാലാണോ കയ്യാനോ വളരുന്നതെന്നോത്ത് നോക്കി നമ്മളെ വളർത്തിയ ആ മാതാപിതാക്കളെ നമ്മൾ കാണുന്നത് അടിമ മനോഭാവത്തോടെയാണെങ്കിൽ ഖിയാമത്ത് നാളിനെ പ്രതീക്ഷിച്ചു കൊള്ളുക എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഞങ്ങൾ വാലേക്കാൻ വന്നത് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ആദിയമൈത്തെ നൂറുല്ലാഹ് അഹ്മദ് നബി സല്ലല്ലാഹു അഷ്റഫുൽ ഖൽഖ് നബിയുല്ലാഹ് ആമന്നാ ബി റസൂലില്ലാഹ് ഹസ്ബി റബ്ബി. റക്ക ബദറിലും മികന്തൊരു ശോഭ നബി, ബീവി ആമിന തന്റെ സബി, വലതുല്ലമീനായി വന്ന നബി, അമന്നാ ബി റസൂലില്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂറു മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ ഓരോരോ അടയാളം പറയാ. ഇമാം മഹ്ദി അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നത് അന്ധകാര നിബിഡമായ ഒരു കാലത്താണ്. സഹോദരങ്ങളെ, അന്ധകാര നിബിഡമെന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് സൂര്യൻ ഉദിക്കാത്തത് കൊണ്ടല്ല, ചന്ദ്രന്റെ വെളിച്ചം വരാത്തത് കൊണ്ടല്ല, ഈ ഭൂമിയിൽ വെളിച്ചത്തിന് കുറവില്ലാത്തത് കൊണ്ടല്ല, ഈ ഭൂമിയിൽ ജീവിക്കുന്ന മാനവരാശിയുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഇരുട്ട് പടർന്നു കയറുമ്പോ അവരുടെ ഹൃദയത്തിലേക്ക് വെളിച്ചത്തിന്റെ വാതിലുകൾ അടഞ്ഞു പോകുമ്പോ എല്ലാ സ്ഥലത്തും അധാർമികതയുടെയും അനാശാസ്യത്തിന്റെയും അന്ധവിശ്വാസത്തിന്റെയും അനാചാരത്തിന്റെയും അശ്ലീലതയുടെയും ആസുരതയുടെയും ആവിർഭാവങ്ങളായി മനുഷ്യനെല്ലാം ആർത്തിയുടെ നാനാത്വങ്ങളായി അവന്റെ ഹൃദയത്തിലേക്ക് വെളിച്ചത്തിന്റെ വാതിലടഞ്ഞാൽ ഇന്നെവിടെയാണ് മനുഷ്യന്
വെളിച്ചമുള്ളത്. എല്ലാം ഇരുട്ടിന്റെ ലോകമായി മാറുമ്പോ തന്റെ കൂടെ പിടിച്ച് തനിക്ക് വേണ്ടി തന്റെ ജീവിതം മാറ്റിവെച്ച് തന്റെ ജീവനിൽ പ്രതീക്ഷയർച്ചിച്ച് തന്നോടൊത്ത് ജീവിക്കാൻ ആഗ്രഹിച്ച പെണ്ണിനോട് അവസാന കല്യാണം അടുത്തു വരുമ്പോ 100 പവനും 150 പവനും 15 ലക്ഷവും BMW അവളുടെ ശരീരത്തിന് അമോഹം ചോദിച്ച് അവസാനം ആ പെണ്ണിനെ ആത്മഹത്യയിലോട്ട് പറഞ്ഞു വിടുന്ന ഒരു വിഭാഗം ആളുകളുടെ കാലം വന്നാൽ പെണ്ണല്ല അവളുടെ വാപ്പാടെ വേർപ്പിന്റെ സമ്പത്താണ് ലക്ഷ്യമെന്ന് കരുതുന്ന മനങ്കടുകന്മാരുടെ വിലപേശലിന്റെ കാലം വരുമ്പോ തന്നെ വിശ്വസിച്ച് തന്റെ കൂടെ നിന്ന പെണ്ണിനോട് കല്യാണം കഴിച്ച് നിന്നെ കൂടെ കൂട്ടണമെങ്കിൽ 150 പവൻ വേണമെന്ന് ഒരു പാവപ്പെട്ട പിതാവിന്റെ ഒരു മനുഷ്യായുസിലെ സമ്പത്ത് മുഴുവനും അയാളുടെ മകളെ കെട്ടാണ് വില ചോദിക്കുന്ന വിവാഹചന്തയില് മത്സര്യ ബുദ്ധിയോടെ കോടികൾ പകട് കളിക്കുന്ന സമുദായത്തിന്റെ ആർഭാടത്തില് 100 കണക്കിന് പെൺകുട്ടികൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുമ്പോ എന്റെ പെണ്ണേ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, താൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ച് ജീവിതത്തിലോട്ട് കൈപിടിക്കേണ്ടവൻ മുഖത്തു നോക്കി എന്നെ കല്യാണം കഴിക്കണമെങ്കിൽ 150 പവൻ എനിക്ക് വേണമെന്ന് പറയവേ മറുഭാഗത്ത് ഫോൺ കട്ട് ചെയ്യുമ്പോ അതേ സമയത്ത് ഒരു തന്റെ പുരുഷൻ കൈയൊടിൽ നിന്ന് കരുതി വാതിലടച്ചകത്ത് കയറി അനസ്തേഷ്യക്ക് കൊടുക്കുന്ന മരുന്ന് കുത്തിവെച്ചൊരു പാവപ്പെട്ട പെണ്ണും ആത്മഹത്യ ചെയ്യുമ്പോ ആരാണ് പെങ്ങളെ നിന്നോട് പറഞ്ഞു തന്നത്? നിന്റെ ആളുകൾ ആരെങ്കിലും ഒന്ന് വാക്കുമാറ്റിയാൽ അവസാനിപ്പിക്കാനുള്ളതാണ് നിന്റെ ജീവിതമെന്ന്, അതോടെ നിന്റെ ജീവിതം അവസാനിച്ചുവെന്ന്. സഹോദര സഹോദരി, പിശാചുക്കൾ ക്കുന്ന വേതാള നഗരം പോലെ ഈ ഭൂമി അതപ്പതിച്ചു പോകുമ്പോ തന്റെ മുമ്പിൽ വരുന്ന മക്കളോട് നന്മ പറഞ്ഞു കൊടുക്കേണ്ട അധ്യാപിക തന്നെ ഭർത്താവിന്റെ മാതാവിനെ നടുവിനടിച്ച് നിലവിളക്ക് കൊണ്ട് ശരീരത്തിലിടിച്ച് താഴേക്ക് വീടുന്ന കാലത്ത് എല്ലാം കരികാലയുഗം പോലെ അധപ്പതനത്തിന് അധമഭാവ തലങ്ങളിലേക്ക് ലോകം കടന്നു പോകുമ്പോ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഹബീബായ നബി തങ്ങൾ പറയാ വകദറതു സിനാ വകദറതു വലദി സിനാ, വ്യഭിചാരം അധികരിക്കുക, അതിലൂടെ വ്യഭിചാര സന്തതികളെ അധികരിക്കുക. ഞാൻ ഈ പ്രസംഗം നടക്കുന്ന കോഴിക്കോട് എയർപോർട്ടിന്റെ പരിസരങ്ങളിലൂടെ നടന്നു പോകുമ്പോ സഹോദരങ്ങളെ, നമ്മുടെ ക്യാമ്പസുകളുടെ ഉള്ളിൽ ഈ സമീപകാലത്ത് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവാദമേടാ ഹോമോസെക്ഷുവാലിറ്റിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സിനിമ അവതരിപ്പിക്കപ്പെടുകയും അത് മലയാള മനസ്സുകളിൽ ഹിറ്റാവുകയും ആ സംവിധായകന് ഈ വിവാഹമാണ് മണ്ടത്തരം, വിവാഹം കഴിക്കരുത്, ഏറ്റവും ഞാൻ വെറുക്കുന്ന സ്ഥലം കുടുംബമാണെന്ന് പറയവേ നമ്മുടെ ക്യാമ്പസുകളുടെ ഉള്ളിൽ വിവാഹം കഴിക്കരുത് എന്ന ക്യാമ്പയിനുമായി നടന്നു പോകുന്ന പുരോഗമനത്തിന്റെ വക്താക്കളുടെ നടുവിൽ കല്യാണം വേണ്ട, ഈ കഴിഞ്ഞ കുറച്ചു നേരമൊക്കെ പറയാൻ മറുപടി മനുഷ്യന്മാര് നമ്മള് ആയിരിക്കൂലേ? അല്ലാഹു ഇത് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ഇത് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഇമാം മഹദിയുടെ ആഗമനവുമായി ബന്ധപ്പെട്ട് 3 കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇതൊരു വലിയ വിഷയമൊന്നുമല്ല. ഇമാം മഹദി വരൂന്ന് പറഞ്ഞ് നമ്മൾ തീയതി നിശ്ചയിക്കും. അതൊരു നല്ല വിശ്വസ്ത 2030 വരും, 40 വരും, അങ്ങനെ നിർണിതമായ സമയമില്ല. ആ വരണ സമയത്ത് വന്നോട്ടെ. നമ്മളായിട്ട് ഇങ്ങനെ വിളിച്ചു വരുത്തണ്ട. നമുക്കിപ്പോ വിളിച്ചു വരുത്താൻ തിരക്കണ്ട. ഓരോ അവരവരുടെ ബുദ്ധിക്കനുസരിച്ച് വ്യാഖ്യാനിക്കാനുള്ളതല്ല ഹദീസും ഖുർആനും. അങ്ങനെ വെറുതെ പറയാനുള്ളതല്ല. ഇപ്പൊ ഇത് വളരെ സജീവമായി വന്നത് ഇസ്രായേൽ ഫലസ്തീൻ പ്രശ്നം വന്നപ്പോഴാണ്. ആ സമയത്ത് എല്ലായിടത്തും ഇമാം മഹ്ദിയെ സ്വാഗതം ചെയ്തുകൊണ്ട് ഇറാൻ അടക്കമുള്ള രാജ്യങ്ങളിൽ ലബ്ബൈക യാ മഹ്ദി എന്ന് പറഞ്ഞുകൊണ്ട് ഇറാൻ അടക്കമുള്ള ഷിഈ രാഷ്ട്രങ്ങളിൽ മഹ്ദിയെ സ്വാഗതം ചെയ്തുകൊണ്ട് ബാനറുകൾ ഇറങ്ങിയിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് സ്വാഗതം എന്ന് പറഞ്ഞാൽ
ഇറാനിന്റെ ടെഹ്റാനിന്റെ തെരുവോരങ്ങളിലൊക്കെ ലബ്ബൈക യാ മഹ്ദി സലാം യാ മഹ്ദി യാ വാദന സാദി യാ സാദിഖൽ വാദി കുന്നാ അലൽ അഹ്ദി. ഈ ഒരു 4 വരി പാട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ വല്ലാതെ ഈ അടുത്ത സമയത്ത് വൈറലായ ഒരു പാട്ടാണ്. കേട്ടിട്ടില്ല? നിങ്ങൾ എയർപോർട്ടിൽ വന്നിട്ട് തിരിച്ചു പോകണവർക്ക് കുലുക്കി സർബത്ത് ചുറ്റുകൊണ്ട് ഇങ്ങനെ നിന്നാ മതി. നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുലുക്കി സർബത്തോ ഇനി പുട്ടും കാട എങ്ങനെ ഉണ്ടാക്കാം, വരണ ആളുകൾക്ക് രാത്രി എങ്ങനെ ഭക്ഷണം കൊടുക്കാം, ഇമാതിരി ചിന്ത നമുക്ക് എന്തും മഹതി. നമ്മുടെ ഈ ഇസ്രായേൽ പലസ്തീൻ സംഘർഷമുണ്ടായ സമയത്ത് ഏറ്റവും കൂടുതൽ വൈറലായ ഒരു കുട്ടി ഇങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചൊരു പച്ച റിബൺ തലയിൽ കെട്ടി വല്ലാതെ ശോകമുഖമായി അവന്റെ കവിൾത്തടത്തിലൂടെ കണ്ണുനീരും തലം തല്ലിയാ തുടങ്ങി. ആ കുട്ടി പാടുന്നുണ്ട് സലാം യാ മഹ്ദി യാ വാദന സാദി യാ സാദിഖൽ വാദി കുന്നാ അലൽ അഹ്ദി. യഥാർത്ഥത്തിൽ എല്ലാവരും അത് ഷെയർ ചെയ്തത് ഫലസ്തീനിലെ ഇസ്രയേലിന്റെ വിമാനവേദ പീരങ്കികളുടെ മുമ്പിൽ ഇന്തിഫാദയിലൂടെ ചെറുത്ത് നിൽക്കുന്ന ഫലസ്തീൻ കുട്ടികൾ ഇമാം മഹ്ദിയെ വിളിച്ചിട്ട് കരയുന്നതാണെന്നുള്ള രൂപത്തിലുള്ള പോസ്റ്റുകളൊക്കെ നമ്മുടെ ഇടയിൽ സജീവമായി. യഥാർത്ഥത്തിൽ സഹോദര സഹോദരി, അതൊന്നും ഫലസ്തീനുമായി ബന്ധപ്പെട്ടതല്ല. അത് ഇറാനിലെ ഷീഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇമാം മഹ്ദിയെ സ്വാഗതം ചെയ്തുകൊണ്ട് അവര് പലപ്പോഴായി നടത്തുന്ന പരിപാടികളാ. എന്നാൽ ഖുദ്സിന്റെ വിമോചനവുമായി ബന്ധപ്പെട്ട് ഈ ഇമാം മഹ്ദിയുടെ വരവിനെ ചർച്ച ചെയ്യപ്പെടുമ്പോ ഇമാം മഹ്ദി അലൈഹിസ്സലാത്തു വസ്സലാം വരുന്ന അടയാളങ്ങൾ പറയുമ്പോൾ അടയാളങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് പശ്ചിമേഷ്യയിലെ സംഭവവികാസങ്ങൾ. ലോകരാഷ്ട്രങ്ങൾ മുഴുവനും ഭാഗ്യമായി ഇസ്രയേലിന്റെ ഭാഗത്ത് നിൽക്കുകയും പിന്നീട് അറബ് രാഷ്ട്രങ്ങൾ ഫലസ്തീനിനെ പിന്തുണക്കുകയും വെടിനിർത്തൽ നടത്തണമെന്ന് ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ പോലും പറഞ്ഞു കൊടുത്തിട്ട് പോലും അന്താരാഷ്ട്ര യുദ്ധമര്യാദകളെ കാറ്റിൽ പറത്തിക്കൊണ്ട് 40 കിലോമീറ്റർ നീളമുള്ള 10 കിലോമീറ്റർ മാത്രം വീതിയുള്ള ലോകത്തിലെ ഏറ്റവും പ്രതിരോധ ശേഷിയുള്ള രാജ്യമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഗൂഗിളുകളിലെല്ലാം മാപ്പുകളിലുള്ളതല്ല. 10 വർഷങ്ങളായി 1948 മുതൽ ആഗോള വ്യാപകമായി അടിച്ചമർത്തപ്പെടുന്ന ജൂത സമുദായത്തിന് തലചായ്ക്കാൻ ഇടവും ചുറ്റടക്കാൻ ഭക്ഷണവും കൊടുത്തതിന്റെ പേരില് സ്വന്തം നാട്ടിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട 1948 ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു രാജ്യം ഐക്യരാഷ്ട്രസഭയുടെ കാർമ്മികത്വത്തിൽ രൂപം കൊള്ളുമ്പോ സഹോദര പലപ്പോഴും ചോദിക്കാറുണ്ട്, നിങ്ങൾ ഇസ്രയേൽ രൂപം കൊണ്ടത് എങ്ങനെയാണ്, നിങ്ങൾക്ക് മനസ്സിലാകുമോ എന്നെനിക്കറിയില്ല. ലോകമായുദ്ധത്തോടെ അഡോൾഫ് ഹിറ്റ്ലറടക്കമുള്ള ആളുകൾ കൊന്നൊടുക്കിയ ജൂതന്മാർ, ആ ജൂതന്മാരെ കൊന്നൊടുക്കിയത് മുസ്ലിമീങ്ങളല്ല, ഫ്രാൻസുകാര് കൊന്നൊടുക്കിയിട്ടുണ്ട് ലക്ഷക്കണക്കിന് ജൂതന്മാരെ. ഈ കുരിശുയുദ്ധത്തിൽ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് ലക്ഷക്കണക്കിന് ജൂതന്മാരെ. ലോകങ്ങളുടെ ഏകാധിപതി സർവാധിപതിയുമായ അഡോൾഫ് ഹിറ്റ്ലർ ഏതാണ്ട് 30 ലക്ഷത്തോളം വരുന്ന ജൂതന്മാരെ ഗ്യാസ് ചേമ്പറിലിട്ട് കൊത്തിച്ചു കൊന്ന ആളാ. ഇങ്ങനെ ആഗോള വ്യാപകമായിട്ട് ജൂതന്മാരെ കൊന്നൊടുക്കിയപ്പോ അവരെല്ലാവരും യൂറോപ്പിലോട്ട് കുടിയേറുകയും ആ യൂറോപ്പിലേക്ക് കുടിയേറിപ്പാട്ട ക്രൂരന്മാരായ ഇസ്രയേൽ ജൂതായിസം തങ്ങളുടെ രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് മനസ്സിലായപ്പോ അന്ന് കോളനി മാച്ചിയുടെ നേതാക്കന്മാരായിരുന്ന ബ്രിട്ടൻ അടക്കമുള്ള ആളുകൾ ഐക്യരാഷ്ട്രസഭയിലെ സമ്മർദ്ദം ചെലുത്തുകയും അതിനുവേണ്ടി ആദ്യമായി ആഗോള വ്യാപകമായി ചിതറിക്കിടക്കുന്ന ജൂതന്മാർക്കൊരു സ്വതന്ത്ര രാഷ്ട്രം സമ്പാദിക്കണമെന്ന് പറഞ്ഞ് തിയോഡാർ ഹർസൻ എന്ന പേരുള്ള ഹംഗറിക്കാരന് ലോക ജൂതന്മാരെ സംഘടിക്കുകയും വാഗ്ദത്ത ഭൂമി സ്വന്തമാക്കുവീൻ എന്ന് പറഞ്ഞ് ജെറൂസലേം എന്ന് പറഞ്ഞ ആയിരക്കണക്കിന് പ്രവാചക പുങ്കവന്മാരുടെ പാദപതന സ്പർശനം കൊണ്ട് അനുഗ്രഹീതമായ ആ ജെറൂസലേമിന്റെ ഭൗമികയെ വാഗ്ദത്ത ഭൂമി എന്ന പേരിട്ടുകൊണ്ട് ഐക്യരാഷ്ട്രസഭയിൽ ബ്രിട്ടനും അമേരിക്കയും നിയന്ത്രിക്കുന്ന ഐക്യരാഷ്ട്രസഭ 1948 ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രത്തെ രൂപീകരിക്കുമ്പോ ആ രൂപീകരണ കാലത്ത് തന്നെ അന്ന്
അന്നത്തെ ദിവസം ഇസ്രയേൽ രൂപീകരിക്കപ്പെടുമ്പോ ഏതാണ്ട് 40 ലക്ഷത്തോളം വരുന്ന ഫലസ്തീനികൾക്കാണ് കിടപ്പാട് നഷ്ടപ്പെട്ടു പോയത്. എന്താണ് ഫലസ്തീനിലെ ചരിത്രം എന്നറിയാത്തത്? അഭിനവകാല യൂദാസുമാര് ഫലസ്തീനിലെ ഹമാസുകള് അവര് ശീകളാണെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുമ്പോ ജൂതന്മാരുടെ കയ്യിൽ ഖുദ്സിന്റെ അധികാരം കിട്ടിയാലും ഹമാസിന്റെ കയ്യിൽ കിട്ടരുതെന്നൊരു നീണ്ട താടിക്കാരന്റെ ഈ സമുദായ സേവനത്തിന് മൂടുപടമണിഞ്ഞ മലങ്കടുകന്മാരുടെ പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാ. പക്ഷേ എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഞാൻ ഈ ചരിത്രം പറയുന്നത് അറിയാത്തവർക്ക് വേണ്ടിയാ. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം നടന്നതുപോലെ ഒരു ഭാഗം ഫലസ്തീനികൾക്കും ഒരു ഭാഗം ജൂതന്മാർക്കും വേണ്ടി ഈ ഫലസ്തീനിനെ വിഭജിക്കുമ്പോ ഏതാണ്ട് 45% വരുന്ന ജൂതന്മാർക്ക് ആ ഫലസ്തീനിന്റെ 75% ഭൂമി കൊടുക്കുകയും 65% ഉള്ളവർക്ക് 35% ഭൂമിയും കൊടുത്തു പാവപ്പെട്ടവരെ വഞ്ചിച്ചവരെ കുടിയൊഴുക്കിയപ്പോ ഇസ്രായേൽ എന്ന രാഷ്ട്രം രൂപീകരിക്കപ്പെട്ട കാലത്ത് ആ സമയത്താണ് 40 ലക്ഷത്തോളം വരുന്ന ഫലസ്തീനികളെ കിടപ്പാടം നഷ്ടപ്പെട്ടത്. കാരണം ഐക്യരാഷ്ട്ര സഭയുടെ നേതൃത്വത്തിൽ ഇത് ഇസ്രായേലായിട്ട് വിഭജിക്കപ്പെടുകയാ. അതേവരെ ഇസ്രായേലിൽ വർഷങ്ങളായി തങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പറമ്പുകളും വീടുകളും ഉപേക്ഷിച്ച് 40 ലക്ഷത്തോളം വരുന്ന ഫലസ്തീനികൾ ആ ഫലസ്തീനിലേക്ക് കുടിയേറി പാർത്തപ്പോ അന്ന് തുടങ്ങിയ പ്രശ്നമാണ് ഇസ്രായേൽ ഫലസ്തീൻ പ്രശ്നം. അതിന്റെ പുറകെയാണ് ഈജിപ്തിന്റെ നേതൃത്വത്തിൽ ഇത് 7 days war 7 ദിവസത്തെ യുദ്ധം എന്ന് പറയുന്ന യുദ്ധം നടക്കുന്നത്. അമേരിക്കയുടെ ജാരസന്താനമായ ഇസ്രായേലിനെ അന്നും അമേരിക്കയുടെ യൂറോപ്പ് തീറ്റിപ്പോച്ച് വളർത്തുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അങ്ങനെ ആ 40 കിലോമീറ്റർ നീളമുള്ള 10 കിലോമീറ്റർ വീതിയുള്ള ഗസ എന്ന് പറയുന്ന ഒരു കൊച്ചു രാജ്യത്തില് വർഷങ്ങളായി ഭക്ഷണമില്ലാതെ, ശ്വസിക്കാൻ വായുവില്ലാതെ, കിടക്കാൻ ഒരിടമില്ലാതെ ആ നാട്ടിലെ പാവപ്പെട്ട ഗസക്കാർ ഉപരോധത്തിന്റെ പേരിൽ സർവ്വതും നഷ്ടപ്പെട്ടു പോകുമ്പോ അവരുടെ പിഞ്ചുമക്കളുടെ ഇടനെഞ്ചിലേക്ക് വെടിയുണ്ടകൾ തുളച്ചു കയറുമ്പോ അവരുടെ പ്രിയപ്പെട്ട ഭാര്യമാരെ ബലാത്സംഗം ചെയ്യപ്പെടുമ്പോ അവരുടെ ജീവിതത്തിന്റെ സ്വാതന്ത്ര്യങ്ങളെ ഹനിക്കപ്പെട്ടപ്പോ ആ സമയത്ത് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു പ്രതിരോധമാണ് ഹമാസ് എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടായത്. ആ ഹമാസിനെ തള്ളിപ്പറയുന്നവരോട് ഇസ്രയേലുമായി യുദ്ധം വേണ്ട, അവരോട് സമാധാനം മതി എന്ന് പറഞ്ഞ് ഓസ്ലോ കരാറുണ്ടാക്കിയ ശില്പിയല്ലേ യാസർ അറഫാത്ത്. ആ യാസർ അറഫാത്ത് തന്റെ പലസ്തീനിൽ നിന്ന് ടെൽ അവീവിൽ സഞ്ചരിക്കുമ്പോ യാസർ അറഫാത്തിനെ ഇസ്രയേൽ പട്ടാളക്കാരെ ചെക്ക് പോസ്റ്റിൽ പിടിച്ചു നിർത്തിയിട്ട് അദ്ദേഹത്തെ ചെക്കിങ് നടത്തി. ആ മനുഷ്യനെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചപ്പോ ഒരു യാത്ര കഴിഞ്ഞ് ടെൽ അവീവിൽ നിന്ന് അദ്ദേഹം ഫലസ്തീനിലെ തിരിച്ചു വന്നിട്ട് യാസർ അറഫാത്ത് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഹമാസ്, എത്രയും പെട്ടെന്ന് ഞാൻ ഹമാസിൽ ചേരുകയാ. ഈ ഇസ്രയേലിലെ ജൂതപരീക്ഷകൾക്ക് സമാധാനത്തിന്റെ ഭാഷ അറിയാൻ പാടില്ലെന്ന് പറഞ്ഞ് ഒരു കൈയിൽ ഐക്യരാഷ്ട്ര സഭയിലെ ലോകരാഷ്ട്ര തലവന്മാരുടെ മുമ്പിൽ ഒരു കൈയിൽ സമാധാനത്തിന്റെ പ്രതീകമായ ഒലിവിന്റെ ഇലയും മറുകൈയിൽ AK-47 കയ്യിൽ പിടിച്ച് തലയിൽ ഇങ്ങനെ ആ വെള്ളപ്രതലത്തിൽ കറുത്ത മുത്തുകളുള്ള കഫിയയും കെട്ടി ഐക്യരാഷ്ട്ര സഭയിൽ എഴുന്നേറ്റ് നിന്ന് ഫലസ്തീനിന് മോചനം തരുന്നോ? അതല്ല ഞാൻ ഏതാണ് ഉപയോഗിക്കേണ്ടത്? AK-47 അതല്ല സമാധാനത്തിന്റെ ഒലിവ് മരമോ എന്ന് ചോദിച്ച യാസർ അറഫാത്ത് പോലും ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഹമാസിൽ ചേരുമെന്ന് പറഞ്ഞ സമാധാനത്തിന്റെ വക്താവ് എന്റെ പ്രിയപ്പെട്ട സഹോദരാ, എന്റെ പ്രിയപ്പെട്ട സഹോദരിയെ ശ്രദ്ധിച്ചു കേൾക്കുക. ഈ കഴിഞ്ഞ കാലം മുതൽ വർഷങ്ങളായി ഭക്ഷണമില്ലാത്ത ഒരു ജനത, വർഷങ്ങളായി വെള്ളം കൊടുക്കാൻ പറ്റാത്ത ഒരു ജനത, ആകാശത്തുകൂടി ഇസ്രയേലിന്റെ വിമാനങ്ങൾ പാറിപ്പോകുമ്പോ ദാഹത്താല് തൊണ്ടവരളുന്ന കുഞ്ഞുങ്ങളെ കടലോരത്ത് നിന്നിട്ട് ഉപ്പുവെള്ളം വാരി തങ്ങളുടെ മക്കളുടെ വായിലേ കുടിച്ചു കൊടുത്ത ജനത, ആ ജനത തങ്ങൾ
മഹാന്മാരുടെ ജീവിതത്തിൽ നിലനിൽക്കാൻ എന്തിനാണ് അവര് പോരാടുന്നതെന്നറിയോ? ഇസ്രയേലിന്റേതല്ല, ആ ഫലസ്തീനികൾ പോരാടുന്നത് എന്തിനെന്നറിയോ? അവരുടെ മക്കൾക്ക് വേണ്ടിയല്ല, അവരുടെ ഭാര്യമാർക്ക് വേണ്ടിയല്ല, അവരുടെ കുടുംബത്തെ നോക്കാനല്ല, അവരുടെ ഭാര്യ മക്കളോടൊത്ത് സുഖജീവിതം നയിക്കാനല്ല. 17 മാസക്കാലം എന്റെയും നിങ്ങളുടെയും ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നെഞ്ചു തിരിച്ച് നമസ്കരിച്ച അല്ലാഹുവിന്റെ റസൂലിന്റെ ഇസ്രായിന് സാക്ഷ്യത്വം വഹിച്ച ലോക മുസ്ലിമീങ്ങളുടെ തീർത്ഥാടന കേന്ദ്രമായ ഉമർ റളിയല്ലാഹു തആല പിടിച്ചടക്കി തന്ന ബൈത്തുൽ മുഖദ്ദസിന്റെ മോചനത്തിനു വേണ്ടിയാ. ആ ബൈത്തുൽ മുഖദ്ദസിന്റെ മോചനത്തിനു വേണ്ടി ഇസ്രായേലി പട്ടാളക്കാരുടെ മുമ്പിൽ പോയിട്ട് അവരുടെ മുമ്പിൽ തങ്ങളുടെ പ്രിയപ്പെട്ട മക്കളുടെ മയ്യത്തും കയ്യിൽ വെച്ച് ഇവരെ ഞങ്ങൾ സ്വർഗത്തിൽ കണ്ടോളോ, ഞങ്ങൾക്ക് ഖുദ്സ് വേണമെന്ന് പറഞ്ഞു പോരാടുന്ന ഹമാസിന്റെ ജനത അവരുടെ മേൽ ഷിയായിസം മാറ്റിയോടിപ്പിച്ച് ആ ഫലസ്തീനികൾ ആരെന്ന് നിങ്ങൾക്കറിയോ? നിങ്ങളെല്ലായിടത്തും കണ്ടതല്ലേ? വിമാനത്തിന്റെ ആ ബോംബർ വിമാനങ്ങൾ പാഞ്ഞു വരുമ്പോ, വെടിയുണ്ടകൾ ഹൃദയത്തിലേക്ക് വരുമ്പോ ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹു മതി, ഞങ്ങൾക്ക് അല്ലാഹു മതി, ഞങ്ങൾക്ക് അല്ലാഹു മതി എന്ന് പറഞ്ഞ് തവക്കുലിന്റെയും തൗഹീദിന്റെയും പുതിയ ചരിത്രത്തെ ലോകത്തോട് പഠിപ്പിച്ചു കൊടുത്ത ഹമാസിന്റെ പോരാളികളെ ഷീകളെന്ന് വിളിച്ച് ആ ഷീകളുടെ കയ്യിൽ ചൂരന്മാര് അല്ലാഹുവിന്റെ റസൂലിന്റെ മിമ്പറും മിഹ്റാബിലും മറിയം ബീവിയുടെ മിഹ്റാബിലും കയറി അശ്രീകരമാക്കിയാലും ഹമാസിന്റെ കയ്യിൽ ഇത് കിട്ടരുത്. അവര് ഷീകളാണെന്ന് ഷീകളെന്ന ഹമാസിന്റെ പോരാളികളെ തൗഹീദിനെയും തവക്കുലിനെയും പാഠങ്ങളെ പഠിപ്പിച്ചു കൊടുത്ത ഹമാസിന്റെ പോരാളികളെ ചിത്രീകരിക്കുന്ന നീണ്ട താടിക്കാരോട്, സമുദായ സേവനത്തിന്റെ മൂടുപടമണിഞ്ഞ മരങ്കടുകന്മാരോട് എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അവരെ ശീസത്തിന്റെ ചാർപ്പ് ചാർത്തിയിട്ട് നിങ്ങൾ ആരുടെ വാക്കുകളെയാണ് ബാലൻസ് ചെയ്യാൻ തെളിക്കുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും ബാലൻസ് ചെയ്യണമെങ്കിൽ ലോകത്തിൽ ഇത്രയേറെ ത്യാഗം സഹിച്ച സ്വന്തം മക്കളെയും സ്വന്തം ഭാര്യയെയും നഷ്ടപ്പെട്ടുപോ കിടപ്പാട നഷ്ടപ്പെട്ടു പോയ ഫലസ്തീനികളെ തന്നെ നിങ്ങൾ കൊത്തിക്കൊടുക്കണമായിരുന്നു. പ്രിയപ്പെട്ട സഹോദര, ആകർഷകമായ രീതിയിൽ എത്ര ചരിത്രത്തെ വളച്ചൊടിച്ചാലും അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഖുദ്സിന്റെ വിമോചനം എവിടെയെന്നറിയോ? ആ ഖുദ്സിനെ വിമോചിക്കാൻ ഈ ഇസ്ലാമിന്റെ രാഷ്ട്രങ്ങളെ തകർത്തെറിയുന്ന പൈശാചിക ശക്തികൾക്ക് തകർത്തെറിയാൻ ഈ ലോകത്തെ വെളിച്ചത്തിന്റെ വരവിനായി അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തേക്ക് അവതരിപ്പിക്കപ്പെടുന്ന ഒരു മഹാനാണ് ഇമാമുനാ മഹ്ദി. ഇമാമുനാ മഹ്ദി ലോകം കണ്ട ഏറ്റവും വലിയ നീതിമാനായ ഭരണാധികാരിയായി ഇമാം മഹ്ദി 40 വർഷം ഈ ഭൂമിയിൽ ജീവിക്കും. അതിൽ 7 വർഷം ഇമാം മഹ്ദി ലോകത്തിന്റെ ഭരണ സാന്നിധ്യം ഏറ്റെടുക്കുമെന്ന്. 7 വർഷമാണ് അദ്ദേഹം ഭരണാധികാരിയായി ജീവിക്കുക. ഈ ഖുദ്സിന്റെ വിമോചനത്തിന് അല്ലാഹു നൽകുന്ന ഭരണാധികാരികളാരാ? ആ ഭരണാധികാരികൾ ഇന്ന് നമ്മൾ ലോകത്തിൽ കാണുന്നവനാണെന്ന് നോക്കണ്ട. ഫലസ്തീനികളെ കൊന്നൊടുക്കുമെന്ന് നിസ്സംഗത പാലിക്കുന്ന, അമേരിക്കയോട് ചേർന്ന് നിന്ന് ഈ യൂറോപ്പിനെ താലോലിച്ച് തങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ കണ്ണുനീരിന്റെ വിലയറിയാത്ത ഭരണാധികാരികളെ കൊണ്ടല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖുദ്സിന്റെ വിമോചനത്തെ കൊണ്ടുപോകുന്നത്. അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ഭരണാധികാരികളെ കൊണ്ടുവന്നിട്ടാ. സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയെ പോലെ, ഇമാമുദ്ദീൻ സഞ്ജിയെ പോലെ, നൂറുദ്ദീൻ സഞ്ജിയെ പോലെ. ആരാ ഇമാം നൂറുദ്ദീൻ ഇബ്നു മഹ്മൂദ് സഞ്ജി? ആരാ സഹോദര? അദ്ദേഹമാണ് ഒരു കാലത്ത് ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിമീങ്ങൾക്ക് തിരിച്ചു കിട്ടിയാൽ അവിടേക്ക് പണിയാനുള്ള, അവിടേക്ക് വെക്കാനുള്ള മിമ്പറും പടുതിട്ട് കാത്തിരുന്ന മഹാനായ ഇമാമുനാ നൂറുദ്ദീൻ മഹ്മൂദ് സഞ്ജി. ഈ ബ്രിട്ടന്റെ ഉച്ചിട്ടം തിന്നുന്ന ഭരണാധികാരികളെ കൊണ്ടല്ല അല്ലാഹു ഖുദ്സിന്റെ വിമോചനത്തെ കൊണ്ടുവരിക. ഖുദ്സിന്റെ വിമോചനം ബൈത്തുൽ മുഖദ്ദസ് അല്ലാഹുവിന്റെ വിശ്വാസികൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഖുത്ബ ഓതാനുള്ള മിമ്പർ കൊണ്ട് പ്രതീക്ഷയോടെ കാത്തുനിന്നു മഹാനായ ഇമാം നൂറുദ്ദീൻ
സംഗി അതുപോലുള്ളൊരു ഭരണാധികാരി അല്ലാഹു നമുക്ക് നൽകട്ടെ. അതുപോലെയുള്ള ഭരണാധികാരികളെ അല്ലാഹു നൽകട്ടെ. അവരാണ് ഖുദ്സിന്റെ വിമോചകന്മാർ. ആരായി നൂറുദ്ദീൻ സംഗി എന്നറിയോ? അല്ലാഹുവിനെ പേടിയുള്ള, അല്ലാഹുവിനെ ഭയമുള്ള, പടച്ചവനെ പേടിച്ച് ജീവിച്ച ആളാ. ബഗ്ദാദ് നഗരത്തിലൂടെ ഇമാം നൂറുദ്ദീൻ സംഗി റഹിമഹുല്ലാഹ് ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുമ്പോ അദ്ദേഹം ഒരു വലിയ കസേരയിൽ ഇങ്ങനെ ചാരിയിരിക്കവേ അനുയായികൾ മുഴുവനും വിജയാഘാതം മുടക്കി. ഇമാം നൂറുദ്ദീൻ സംഗിയുടെ കസേരയുടെ താഴെ ഇരുന്ന് നൃത്തം ചവിട്ടിയപ്പോ ആ ആഘോഷത്തിന്റെ ഇടയിൽ പലരും ലഹരി ഉപയോഗിച്ചപ്പോ രാജാവ് എന്ത് ചെയ്യാനാണ്? രാജാവ് കസേരയിലിരിക്കവേ ആഘോഷത്തിൽ ഉന്മാദ നൃത്തം ചവിട്ടി അനുയായികളെ ലഹരി ഉപയോഗിക്കുന്നത് കണ്ടപ്പോ ആ സമയത്താണ് മഹാനായ ഇമാം ബസീത്ത് റളിയല്ലാഹു അൻഹു അതിലൂടെ കടന്നു വരുന്നത്. മഹാനവറുകളെ സിംഹാസനത്തിന്റെ മുകളിൽ ഇരിക്കുന്ന രാജാവിന്റെ നേരെ കൈ ചൂണ്ടിയിട്ട് പറഞ്ഞു അത്ര ഇമാം നൂറുദ്ദീൻ ഫഹ്ദരി നഫ്സിക അയ്യുഹൽ മഗ്റൂർ യൗമൽ ഖിയാമത്തി വസ്സമാഉ തമൂറു. ആ രാജാവിന്റെ നേരെ വിരൽ ചൂണ്ടിയിട്ട് അള്ളാഹുവിന്റെ ദീനിനെ പ്രചരിപ്പിക്കാൻ വന്ന മഹാപണ്ഡിതൻ ഒരു 4 വരി പാട്ട് പാടിയത്രേ. അനുയായികൾ ഇങ്ങനെ കടന്നിട്ട് ആഘോഷം നടത്തുമ്പോ അതിന്റെ നടുവിൽ തല ഉയർത്തി നിൽക്കുന്ന രാജാവിനോട് പറയാ, ഇന്നാണെങ്കിൽ അവസ്ഥ എന്താണെന്നൊരാലോചിച്ചു നോക്ക്. രാജാവിന്റെ നേരെ വിരൽ ചൂണ്ടണ്ട, രാജാവിന്റെ നേരെ പുരികമൊന്നു ഉയർത്തിയാൽ അനുയായികളെ തള്ളിച്ചതക്കുന്ന കാലത്ത് നിന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അനുയായി വൃന്ദത്തിന്റെ നടുവിൽ നിൽക്കുന്ന രാജാവിനോട് ഒരു പണ്ഡിതനാണ് ചോദിക്കുന്നത്, നൂറുദ്ദീനെ വഗ്ദർലി നഫ്സിക അയ്യുഹൽ മഗ്റൂർ യൗമൽ ഖിയാമത്തി വസ്സമാഉ തമൂറു. നൂറുദ്ദീനെ വഗ്ദർലി നഫ്സിക, നിങ്ങളുടെ നഫ്സിനെ നിങ്ങൾ സൂക്ഷിച്ചോണേ നൂറുദ്ദീനെ. രാജാവിനെ പേരെടുത്ത് വിളിക്കുകയാ, അയ്യുഹൽ മഗ്റൂർ, ഈ ദുനിയാവിലെ ആഘോഷം കണ്ട് വഞ്ചിക്കപ്പെട്ടവനെ, നിങ്ങളുടെ നഫ്സിനെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളൂ. യൗമൽ ഖിയാമത്തി വസ്സമാഉ തമൂറു, ഖിയാമത്ത് നാൾ വരുമ്പോ ആകാശഭൂമികൾ തകർന്ന് തരിപ്പണമാകുമ്പോ നാളെ കക്കാറായ റബ്ബിന്റെ മുമ്പിൽ, രാജാക്കന്മാരുടെ രാജാവായ റബ്ബിന്റെ മുമ്പിൽ നിന്നെ ഹാജരാക്കുന്ന ദിവസം വഖീല ലിനൂറുദ്ദീൻ ജാഅ മുസല്ലിമാ ഫഹ്ദർ ബിഅൻ തഅതി വമാലക നൂറു. വഖീല ലിനൂറുദ്ദീൻ ജാഅ മുസല്ലിമാ ഫഹ്ദർ ബിഅൻ തഅതി വമാലക നൂറു. അവിടെ നിങ്ങളുടെ പേര് നൂറുദ്ദീൻ എന്നല്ലേ? ഏകനായ യജമാനന്മാരുടെ യജമാനായ റബ്ബിന്റെ മുമ്പിൽ നാളെ നിങ്ങളെ നൂറുദ്ദീൻ എന്ന് പറഞ്ഞാൽ ദീനിന്റെ പ്രകാശം എന്നല്ലേ അർത്ഥം. ആ സമയത്ത് പരലോകത്ത് നിങ്ങളെ അല്ലാഹുവിന്റെ മലക്കുകളെ നൂറുദ്ദീനെ എന്ന് വിളിക്കുമ്പോ നിന്റെ മുഖത്തൊരു പ്രകാശമില്ലാതെ കറുത്ത് കരുവാളിച്ചു പടച്ചവന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുന്നതിന് നിങ്ങൾ പേടിച്ചുകൊള്ളൂ നൂറുദ്ദീനെ. മദ്യപാനം ഹറാമാണെന്ന് നിങ്ങൾ പറയുകയും നിങ്ങളുടെ കൺമുമ്പിൽ ആളുകളും മദ്യപിക്കുന്നത് കണ്ടിട്ട് മിണ്ടാതിരിക്കുന്നതെങ്ങനെ എന്ന് ചോദിച്ചപ്പോ ഖിയാമത്ത് നാളിലും മഹിശറയിൽ പടച്ചവൻ നിങ്ങളെ പിടിച്ചു നിർത്തുമെന്ന് പറഞ്ഞപ്പോ, സഹോദരാ, പുതിയ കാലമേ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ എന്നറിയില്ല. വിരൽ ചൂണ്ടുന്നവന്റെ ആ വിലങ്ങണിയിക്കുന്ന ഒരു കാലത്ത്, വിമർശിക്കുന്നവനെ തുറുങ്കിലടക്കുന്ന കാലത്ത്, ഇത് തെറ്റാന്ന് പറയുന്നവനെ അടിച്ച് ആട്ടി ഓടിക്കുന്ന കാലത്ത്, ഇത് കേട്ട ഉടനെ ആ ഇമാമിന്റെ കൈവലങ്ങണിയിക്കപ്പെട്ടില്ല, കൈത്തുറുങ്ക് തുറക്കപ്പെട്ടില്ല, കരുമരത്തിലേറ്റപ്പെട്ടില്ല. സിംഹാസനത്തിലിരുന്ന് ഇമാം നൂറുദ്ദീൻ സംഗി റഹിമഹുല്ലാഹ്
ബോധരഹിതനായി കസേരയിൽ നിന്ന് താഴോട്ട് വീണുവത്രേ. അള്ളാഹുവിന്റെ പരലോകത്ത് നാളെ വിചാരണയുണ്ടെന്ന് കേട്ടപ്പോ ജനമധ്യത്തിൽ ബോധം കെട്ട് താഴെ വീണ മഹാനായ ഇമാം നൂറുദ്ദീൻ സങ്കീർ റഹിമഹുല്ലാഹ് മഹാനവറുകളാണ് ഖുദ്സിൽ മുസ്ലിം ഉമ്മത്തിന്റെ കയ്യിൽ കിട്ടുമ്പോ ഖുത്ബ ഓതാനുള്ള മിമ്പർ തയ്യാറാക്കി കാത്തിരുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല. അങ്ങനെയുള്ള വിമോചകരെ അല്ലാഹു നമുക്ക് നൽകട്ടെ. ആ ഖുദ്സിന്റെ വിമോചകനായി വരും മഹാനായ ഇമാമുനാ മഹ്ദി അലൈഹിസ്സലാത്തു വസ്സലാം. അത് കാണാനും അനുഭവിക്കാനും ആ ഇമാം മഹ്ദിയുടെ പതാകയുടെ പുറകിൽ നിൽക്കാനും അല്ലാഹുവേ 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 പടച്ചവനെ ഈ പാപികൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഹഖി സ്വലാത്തുല്ലാഹ്. توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله بأهل البدير يا الله صلاة الله. അല്ലാഹു നമുക്കത് കാണാനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകും. ആമീൻ പറയ്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എങ്ങനെ ആമീൻ പറയാ? ഇങ്ങനെയാണ് ആമീൻ പറയാ. ഈ ചരിത്രം ഒരു വലിയ ചരിത്രമാണ്. ഈ ചരിത്ര നിയോഗം ഒരു മഹാനിയോഗമാണ്. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ഇമാം മഹ്ദിയുമായി ബന്ധപ്പെട്ട് 3 കാര്യങ്ങളാണ് പറയേണ്ടത്. ഒന്നാമത്തെയാണ് ഞാൻ പറയുന്നത്. അൽ മഹ്ദിയു മിൻ ഇത്രതി. മഹ്ദി അലൈഹിസ്സലാത്തു വസ്സലാം എന്റെ കുടുംബമാണ്. ആരുടെ കുടുംബം? യഥാർത്ഥത്തിൽ 6-ാം നൂറ്റാണ്ടിനേക്കാൾ മോശമാണ് ഇപ്പോഴത്തെ നൂറ്റാണ്ട്. 6-ാം നൂറ്റാണ്ട് കുറച്ചുകൂടി നല്ലതാണ്. നമ്മൾ അതിനെ കുറിച്ചൊക്കെ പറയുമ്പോ ഇപ്പോഴത്തെ നിങ്ങൾ സോഷ്യൽ മീഡിയ ഒന്ന് നോക്കി, ഭാര്യ ഭർത്താവിന് ഇന്റർവ്യൂ ചെയ്യുക, തലേ ദിവസം കിടപ്പറ നടന്നത് മുഴുവനും ആളുകളോട് വിളിച്ചു പറയാം. എനിക്ക് ഇതിപ്പോ ലൈവ് ഒക്കെ ആരെനിക്കെതിരെ കേസ് കൊടുത്താലും എനിക്കൊരു പ്രശ്നമൊന്നുമില്ല. സോഷ്യൽ മീഡിയ ഒരു വല്ലാത്ത ദുരന്തമായി മാറുകയാണ്. പണ്ട് പറയാൻ മടിച്ച കാര്യമൊക്കെ അങ്ങനല്ലേ? മനുഷ്യന്മാരെ ഇപ്പൊ ഓരോരുത്തർക്കും ഓരോ ചാനലുകള്, ഓരോ ഇൻസ്റ്റ, ഓരോ പേജ്, അത് റീച്ച് കൂട്ടാൻ സെലിബ്രിറ്റികൾ എന്ന് പറഞ്ഞ് ഓരോ ഭാര്യ ഭർത്താക്കന്മാരെ ഇന്റർവ്യൂ ചെയ്യുക. ഈ അടുത്ത സമയത്ത് ഒരു ഭാര്യയും ഭർത്താവും ഡിവോഴ്സായി. എന്തൊക്കെയാണ് അവരുടെ കഥകൾ തന്നെ ഉള്ളൂ. കിടപ്പറയിൽ നടന്നത് പോലും മനുഷ്യരുടെ മുമ്പിൽ വിളിച്ചു പറയുന്ന തൊലിയുരിയുന്ന കാലം. ഭാരതന പുരോഗമനവാദം എന്ന് വിളിച്ചാലും പ്രശ്നമില്ല. അങ്ങനല്ലേ? ഇരിക്കണ ഇരിപ്പ് കണ്ടിട്ട് മുത്തഖീങ്ങള് ഒന്നും കാണാത്ത ചെറുപ്പക്കാരാണ്. അവര് സൂറത്ത് റഹ്മാനോ വാക്യം മാത്രമേ കേൾക്കൂ. അവരെ ഇരിപ്പ് നോക്കുക. പെണ്ണുങ്ങളോ വീടിന്റെ ഉള്ളിൽ അടങ്ങി ഒതുങ്ങി കിടന്ന സ്ത്രീകൾ പണ്ട് അശ്ലീലമെന്ന് കരുതിയത് പോലും ഇന്ന് ശ്ലീലമായി മാറുകയാണ്. ഞാനത് വളരെ തെളിച്ചു പറഞ്ഞാൽ ഇത് ലൈവ് പ്രസംഗമാണ്. പണ്ട് നമ്മൾ അശ്ലീലമെന്ന് പറഞ്ഞ് കാട്ടാതിരുന്നത് ഇന്ന് കാട്ടലാണ് ഏറ്റവും വലുത് എന്ന രീതിയിലേക്ക് എത്തി. മണിയറ രഹസ്യങ്ങൾ, കിടപ്പറ രഹസ്യങ്ങൾ യാതൊരുവിധ ഉളുപ്പുമില്ലാതെ വിളിച്ചു പറയുന്ന കാലവത്തി. നമ്മൾ 6-ാം നൂറ്റാണ്ടിൽ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. അന്ന് പറയുന്നത് അന്നത്തെ ഒരു കാലത്തെ കഥ പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പുള്ള ഒരു കഥ. ആ കാലത്താണ് നമ്മൾ അതൊക്കെ കേട്ടിട്ടുള്ളത്. ഇന്ന് സെലിബ്രിറ്റികൾ എന്ന് പറയുന്നവർ പറയുന്നു, ഞാൻ 10 സ്ത്രീകളുമായി കിടപ്പറ പങ്കിട്ടിട്ടുണ്ട്, എന്റെ ജീവിതത്തിൽ 20ഓളം സ്ത്രീകൾ വന്നിട്ടുണ്ട്. അതൊക്കെ ഈ ക്രിക്കറ്റിന്റെ സ്കോർ ബോർഡ് പോലെ കൂടുതൽ പങ്കിട്ടവൻ കൂടുതൽ സെലിബ്രിറ്റി. വിളിച്ചു. അതൊരു പ്രശ്നമല്ല. ഇപ്പോ ഞാൻ അത്രയും പങ്കിട്ടിട്ടുണ്ട്. അപ്പൊ അവതാരക 6-ാം നൂറ്റാണ്ടിൽ അങ്ങനെ പറയാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പുള്ള കാലത്തിന്റെ ഇരുട്ടിനെ കുറിച്ച് പറയുമ്പോൾ ഒരു ചരിത്രം പറയുന്നുണ്ട്.
ആ ചരിത്രം ഒരാള് പട്ടാളത്തിലേക്ക് കല്യാണം കഴിഞ്ഞ ഉടനെ വീട് കൂടുന്നതിന് മുമ്പേ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പേ പട്ടാളത്തിലേക്ക് വിളി വന്നു അവൻ പോയി. അന്നൊക്കെ പട്ടാളത്തിൽ പോയാൽ പിന്നെ 2 വർഷം കഴിഞ്ഞിട്ട് തിരിച്ചു വരിക. അയാള് വർഷങ്ങളോളം കഴിഞ്ഞു. വാട്സപ്പും ഫേസ്ബുക്കും ഒന്നും ഇല്ല. എല്ലാം കഴിഞ്ഞ് ഭാര്യയെ കാണാൻ കല്യാണ സദസ്സിൽ ഇറങ്ങിപ്പോയതാണ്. ഭാര്യയെ കാണാൻ വേണ്ടി നോക്കുമ്പോ വീട്ടിൽ വരുമ്പോ ഭാര്യയുടെ ഒക്കത്തൊരു കുട്ടിയിരിക്കും. ഇയാള് പോയിട്ട് 2 വർഷം ഇയാള് വീട് കൂടിയിട്ടില്ല. ഭാര്യയുടെ ഒക്കത്തൊരു കുട്ടിയെ വെച്ചോണ്ട് ഭാര്യ സ്വീകരിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് ഇയാള് പറയുന്ന ഒന്നല്ല, നീ മുഴുവനും സാഹിത്യമാണ്, ഇവര് പാട്ടാണ് പാടുക. ഇയാള് ചോദിച്ചു, പെണ്ണെ ഈ കുട്ടിയുടെ വാപ്പയാരാ? ഞാൻ നിന്നെ ഇതേവരെ തൊട്ടിട്ടില്ല, ഈ കുട്ടിയുടെ ഉപ്പയാരാ? അൽഫിയയുടെ ഷായിർ ബൈത്തിൽ ഒരു ബൈത്ത് പറയുന്നുണ്ട്. സയ്യിദ് ഉസ്താദിനെ കണ്ടപ്പോ എന്നോട് ബഹുമാനപ്പെട്ട കോഴിക്കോട് ഖാദി ജമലുല്ലൈലി തങ്ങൾ പറഞ്ഞു, എന്റെ ഉസ്താദാണ്, എനിക്ക് അൽഫിയ ഓതി തന്ന ആളാണ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. കോഴിക്കോട് വലിയ ഖാദി തങ്ങൾക്ക് അൽഫിയ ഓതി കൊടുത്ത ആളാണ് സയ്യിദ് വൈസി ഉസ്താദ്. ഒരേ സ്ഥാപനത്തിൽ പഠിക്കുമ്പോ മുതിർന്ന കുട്ടികൾ ഓതി കൊടുക്കും. അങ്ങനെ അൽഫിയ ഓതി കൊടുത്തതാണിത്. അൽഫിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ അൽഫിയ ബേക്കറി, അൽഫിയ ഹോട്ടൽ കേട്ടിട്ടുള്ളൂ. അൽഫിയ എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്ന് തമീസില്ലാത്ത കാലത്ത് തമീസിനെ കുറിച്ച് പഠിച്ചതാണ്. ആ കാലത്ത് അൽഫിയരങ്ങനെ ഷായിർ ബൈത്തുണ്ട്. അങ്ങനെ ഞാൻ പണ്ടങ്ങാണ്ട് ഓതിയാണ്, ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വരുമ്പോ പറയും. അപ്പാ ഭർത്താവ് ചോദിച്ചു, പെണ്ണേ മിന്നീരവിൽ കാദൂറത്തിൽ ഫാറ്റി ഔ തഹിരി ഫീരി റബ്ബികില്ലലി ഇന്നി അബൂദയ്യാലികി സാബി. ഓ പെണ്ണേ, നിന്റെ ഒക്കത്തിരിക്കുന്ന കുഞ്ഞിന്റെ ഉപ്പയാരാ? നീ കൈവാലയത്തിന്റെ രക്ഷിതാവായ രക്ഷിതാവിനെ സത്യം ചെയ്തിട്ട് നീ പറ, ഇന്നി അബൂദയ്യാലികി സബി, ഈ കുട്ടിയുടെ വാപ്പനാണെന്ന് നീ സത്യം ചെയ്ത് പറ. എന്നാലേ വിശ്വസിക്കൂ. കഅബയുടെ രക്ഷിതാവിനെ കുറിച്ച് സത്യം ചെയ്തിട്ട് പറ എന്ന് പറയണം. ഇന്നി അബൂദയ്യാലികി സബി, നിന്റെ ഒക്കത്തിരിക്കുന്ന കുട്ടിയുടെ ഉപ്പ ഞാനാന്ന് പറയണം. അപ്പൊ പെണ്ണ് ഭർത്താവിന്റെ മുമ്പിൽ പറഞ്ഞു, നാണ് ലാവല്ലദീ റദക സാഫി മാമസനി ബദക മിൻ നസി. 10-25 വർഷം പഠിച്ച ലാവല്ലദീ റദക യാ സാഫി മാമസനി ബദക മിൻ നസി ഗൈറു ഗുലാമിൻ വാഹിദിൻ ഫതി ബൈദ ഇംറഅൈനി മിൻ ബനി ലൂഐ വ ഖംസത്തിൻ കാനൂ അലാ തവി വ സിത്തത്തിൻ ജാഊ അലൽ ആശി വ ഗൈരി തുർഖി വ നസ്റാനി. ഇമാം മഹ്ദി വരുന്ന കാലത്തെ കുറിച്ച് പറയുമ്പോ ഈ കാലഘട്ടങ്ങളെ താരതമ്യം ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഒക്കത്തിരിക്കുന്ന കൊച്ചിനെ വെച്ചോണ്ട് ആ പെണ്ണ് പറഞ്ഞത്രേ, ലവല്ലദീ റദക യാ സഫീ മാമസനി ബദക മിൻ നസി. എന്റെ പ്രിയപ്പെട്ട ഭർത്താവേ, എന്റെ ചാരിത്രത്തിൽ നിങ്ങൾ സംശയിക്കുകയാണോ? ഈ കുട്ടിയുടെ ഉപ്പ നിങ്ങളല്ലെന്ന് വാദിക്കുകയാണോ? മാമസനി ബദക മിൻ നസി, കല്യാണം കഴിഞ്ഞ് നിങ്ങൾ ഇവിടെ നിന്ന് പട്ടാളത്തിലേക്ക് പോയതിനു ശേഷം ഒരു മനുഷ്യ കുഞ്ഞ് പോലും എന്റെ ശരീരത്തിൽ തൊട്ടിട്ടില്ല. എന്നിട്ട് അവള് തുടങ്ങി, ഒരു യുവാവൊടികെ ആരും തൊട്ടിട്ടില്ല, ഒരു യുവാവൊടികെ ഗോത്രത്തിൽപ്പെട്ട 2 പേരൊഴികെ ഗോത്രത്തിൽപ്പെട്ട 5 പേരൊഴികെ ഒരു വൈകുന്നേരം ഒന്നിച്ചു വന്ന 6 പേരൊഴികെ. ഇക്കാര്യത്തിൽ പിന്നെ ജാതിയും മതവും ഒന്നുമില്ലല്ലോ. തുർക്കിയും നസ്രാനി, ഒരു തുർക്കിക്കാരനും ഒരു നസ്രാനിയും ഒഴികെ 18 പേരല്ലാതെ ഒരാളെന്റെ ശരീരത്തിൽ തൊട്ടിട്ടില്ലെന്ന് സ്വന്തം ഭർത്താവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞ ഒരു പെണ്ണിന്റെ കഥ
6-ാം നൂറ്റാണ്ടിന്റെ അന്ധകാലത്തെ സൂചിപ്പിക്കുമ്പോ ചരിത്രത്തിൽ കാണുന്നുണ്ട്. ഇന്ന് ലോകത്തുള്ള മുഴുവൻ ഭർത്താവിന്റെ മുമ്പിൽ മാത്രമാണ് ആ പെണ്ണ് പറഞ്ഞത്, നിങ്ങൾ ഇവിടെ നിന്ന് പോയതിനു ശേഷം 18 പേരാണ് എന്റെ ശരീരത്തിൽ തൊട്ടതെന്ന്. ആ പെണ്ണ് പറഞ്ഞത് ഭർത്താവിനോടാണെങ്കിൽ മാലോകരെ കേൾക്ക മില്യൺ കണക്കിന് ആളുകൾ കേൾക്കെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കിടപ്പറ ബന്ധങ്ങള്, താൻ പങ്കിട്ട സ്ത്രീകളുമായിട്ടുള്ള കിടപ്പറ രഹസ്യങ്ങള് എല്ലാം വിവര സാങ്കേതിക വിദ്യയിലൂടെ വിളിച്ചു പറയുന്ന ആൾറപ്പില്ലാത്ത ഉളുപ്പില്ലാത്ത ഒരു കാലത്ത്, അന്ധകാരമേത് വെളിച്ചമേതെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത കാലത്താണ് അല്ലാഹു ഈ ലോകത്തിന് വെളിച്ചം നൽകാൻ ഈ ലോകത്തിന് വെളിച്ചം നൽകാൻ അവസലോകത്തിന്റെ കണ്ണീരൊപ്പാൻ അടിച്ചമർത്തപ്പെടുന്നവന് വിമോചനത്തിന്റെ സിന്ദാബാദ് മുഴക്കാൻ ഖുദ്സിനെ തിരിച്ചു പിടിക്കാൻ ഇസ്ലാമിക ലോകത്തിന് മൂല്യം പകരാൻ അല്ലാഹു ഇമാം മഹ്ദിയെ ലോകത്തോട്ട് അവതരിപ്പിക്കുക. ആരാണ് ഇമാം മഹ്ദി? ഒരു സാധാരണക്കാരനായ മനുഷ്യനാണ് ഇമാം മഹ്ദി. എവിടെയോ ജീവിച്ചിരിപ്പുണ്ട് ഇമാം മഹ്ദി. ഒരൊറ്റ രാത്രി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിക ലോകത്തിന്റെ അധികാരം ഏറ്റെടുക്കാൻ കഴിയുന്ന രീതിയിൽ ശാരീരികമായും ആത്മീയമായും ആ മനുഷ്യനെ പരിവപ്പെടുത്തിയിട്ട് ലോകത്തുള്ള 12 അബദാലുകൾ ഒരു ഹജ്ജിന്റെ കാലത്ത് ലോകം മുഴുവനും വിശ്വാസികളുടെ കണ്ണീരൊടുക്കുന്ന ഒരു ഹജ്ജ് കാലത്ത് ആയിരക്കണക്കിന് മുസ്ലിമീങ്ങൾ അടിച്ചമർത്തപ്പെട്ട പ്രാണവായുവിന് വേണ്ടി നിലവിളിക്കുന്ന കാലത്ത് മുസ്ലിം നിരപരാധികളുടെ കണ്ണീര് കൊണ്ട് ലോകം മുഴുവനും കരഞ്ഞു നിൽക്കുന്ന ഒരു കാലത്ത് കൈബാലയത്തിന്റെ മുറ്റത്ത് വെച്ച് ലോകത്തിന്റെ വിവിധ ഭാഗത്തു നിന്ന് വന്ന 12 അബദാലുകൾ ഇമാം മഹ്ദിയെ കണ്ടെത്തുമെന്ന്, അവിടെ വെച്ച് ഇമാം മഹ്ദി അവര് ബൈഅത്ത് ചെയ്യുമെന്ന് സുബ്ഹുൽ ഹുദാ റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇത് വിശ്വസിക്കൽ നിർബന്ധമാണ് സഹോദരങ്ങളെ. അല്ലാഹു നമുക്ക് ആ വിശ്വാസം നൽകട്ടെ. ഇസ്മുഹു മുഹമ്മദ്. ആ ഇമാം മഹ്ദി എന്നത് സ്ഥാനപ്പേരാണ്. അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് എന്നാണ്, വാപ്പയുടെ പേര് അബ്ദുള്ള എന്നാണ്. എന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹു ഇമാം മഹ്ദിയെ കാണാനും ആ മഹാനെ ബൈഅത്ത് ചെയ്യാനും അല്ലാഹു വേദങ്ങൾക്ക് തൗഫീഖ് നൽകണേ തമ്പുരാനെ, തൗഫീഖ് നൽകണേ തമ്പുരാനെ. ആമീൻ പറയ്. ഇതാണ് ഇമാം മഹ്ദി. ഇതാണ് ഇമാം മഹ്ദി. ആ മഹ്ദിയെ കാണാൻ അൽ മഹ്ദിയു മിൻ തുറതി, മഹ്ദി എന്റെ കുടുംബാംഗമാണ്. ഇസ്ലാമിക ലോകത്തെ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കാൻ വരുന്ന ഇമാം മഹ്ദി എന്റെ കുടുംബാംഗമാണെന്ന് മാത്രമല്ല, എന്റെ കരളിന്റെ കശനമായ ഫാത്തിമയുടെ മക്കളുമാണെന്ന് സന്താന പരമ്പരയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കർബലയിൽ ശഹീദായ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ഹർ കർബലാ കെ ബാദ് ഇസ്ലാം സിന്ദാ ഹോഗാ. ആ പരമ്പരയിൽ ഒരു മകനുണ്ട്, അലി എന്ന മകനാ, സൈനുൽ ആബിദ് എന്ന മകന്. ആ പരമ്പരയിലാണ് ഇമാം മഹ്ദി വരിക. അല്ലാഹു നമുക്ക് ആ പുണ്യദേഹത്തെ കാണാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അധിക മനോഹരൻ അഹ്മദ് നബി സല്ലല്ലാഹു അധിക ദയാലു ഹബീബുല്ലാഹ് ആമന്നാ ബി റസൂലില്ലാഹ് ഹസ്ബി റബ്ബി. ഫാത്തിമ നിധിയോരേ മുത്തിന്റെ മണവളനരിയോരേ ഹസനും ഹുസൈനും റളിയല്ലാഹു ആമന്നാ ബി റസൂലില്ലാഹി ഹസ്ബി റബ്ബി ജല്ലല്ലാഹു മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂറു മുഹമ്മദ് സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതാണ് ഇമാം മഹ്ദിയുടെ ഒന്നാം ഭാഗം.
ഇനി രണ്ടാമത്തെ ഭാഗം 3 ഭാഗത്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഒന്ന് ഇമാം മഹ്ദി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് വരുമെന്നതല്ല, ഇമാം മഹ്ദി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു പ്രതീക്ഷയാണ്. ഇമാം മഹ്ദി ഉമ്മത്തിന്റെ ഒരു പ്രതീക്ഷയാണ്. ഞാൻ വളരെ കൃത്യമായി നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ്, നിരാശരാവാൻ സമയമായിട്ടില്ല. ഇമാം മഹ്ദി നമ്മുടെ ഒരു പ്രതീക്ഷയാണ്. സമയായ ഇല്ലേ? പിന്നെ എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് എഴുന്നേക്കണേ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഈ 2 കാര്യവും കൂടെ പറഞ്ഞ് 11 മണിക്ക് നമുക്ക് പിരിയാം. 11:15 പിരിയാം. പോരെ? നിങ്ങളുടെ സൗകര്യം. ഞാൻ നിങ്ങളെ ഇങ്ങനെ നിർബന്ധിച്ച് പിടിച്ചിരുത്തണമൊന്നുമില്ല. വൃത്തിയിലും കുഴപ്പമില്ല. വീട്ടിൽ നിന്ന് മടങ്ങി വന്നാ അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. സൗണ്ട് കണ്ടില്ല, നല്ല പനിയുണ്ട് ഉള്ളില്, വിറക്കണുണ്ട്. പിന്നെ ഞാൻ ഈ വല്ലപ്പോഴൊക്കെ വന്നിട്ട് പനിയാണ്, ശാരീരികമായി അസ്വസ്ഥനാണ് എന്നൊക്കെ പറയണ്ടെന്ന് കരുതിട്ട് ഞാൻ മറച്ചു വെക്കണം. തങ്ങൾ എന്നോട് ചോദിച്ചു, ബാക്കവി എന്ത് വെച്ച് മുഖമൊക്കെ വല്ലാതെ കടുത്തിരിക്കണല്ലോ, പനിയുടേതാണ്, വലിയ വൈറൽ പനിയാണ്, കൊറോണ തിരിച്ചു വരികയാണ് എന്നൊക്കെ പറയണു. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ആമീൻ പറയും. കൊറോണ തിരിച്ചു വരികയാണ്. ആമീൻ ആമീൻ ആമീൻ. അപ്പൊ പറഞ്ഞ ആമീൻ. നമ്മൾ എന്ത് പറയണ അതങ്ങനെ. പണ്ട് ഒരു മൊയ്ലിയാര് പള്ളിക്കിന് ഖത്തീബായിട്ട് കുറെ നാള് ഖത്തീബായിട്ട് നിന്നപ്പോ അദ്ദേഹത്തിന് ശമ്പളം വളരെ കുറവ്. ഈ പള്ളിക്കലെ മൊയ്ലിയാരെ ശമ്പളവും ക്ലോസറ്റിലെ വെള്ളവും ഒരുപോലെ അല്ല, യസീദ് പോലെ ആയിരുന്നു. കൂടൂല കുറയൂല. അത് കൂടണേ തന്നെ, പിന്നെ അത് മാറ്റിയിട്ട് വേറെ വെക്കണം. അപ്പൊ ഏതാണ്ട് അതങ്ങനെ ഇരിക്കണോ. കുറെ നാളുകൊണ്ട് ജോലിയായിട്ട് ശമ്പളം കുറവാണ്ട് അദ്ദേഹം പിന്നെ തീരുമാനിച്ചു വേറെ വല്ല കച്ചവടത്തിനും പോകാൻ. അങ്ങനെ വേറെ 2-8 വർഷം കച്ചവടം പോയി. കച്ചവടത്തിൽ കച്ചവടം പൊട്ടി പാളീസായി. അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും അദ്ദേഹം ഇമാമായിട്ട് തന്നെ തിരിച്ചു. അപ്പൊ ഈ 5-6 വർഷം ഒന്നിനും ഉറക്കമൊന്നും ഓതാനൊന്നും പോവാതെ അദ്ദേഹം ആദ്യമായിട്ട് മഗ്‌രിബിന് ഇമാമത്ത് 5 വർഷം ഇമാമത്ത് നിൽക്കാതെ വന്നിട്ട് അങ്ങനെ ഫാത്തിഹ ഓതിയപ്പോ ഒരു തടയിൽ 5 വർഷമായിട്ട് ഇമാമത്തിക്കലില്ലല്ലോ. അപ്പൊ അദ്ദേഹം ഇങ്ങനെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം ഓതി വന്ന് വൈലുൽ മഗ്ദൂബി അലൈഹി എത്തിയപ്പോ ഒരു സംശയം, വലല്ലാലീനാണോ വലല്ലാലൂനാണോ. നിർത്തിയിട്ട് അദ്ദേഹം കുറെ നാളായി ഉറക്ക ഓതിയില്ലെങ്കിൽ നമുക്ക് ഈ യാസീൻ പയ്യ ഓതും, പക്ഷെ ഉറക്ക ഓതിയ പെട്ടെന്ന് തെറ്റും അല്ലേ? യാസീൻ നമ്മൾ പയ്യ ഓതിയ തെറ്റില്ല, ഒന്ന് ഉറക്ക ഓതി നമുക്ക് തെറ്റും. അല്ലേ തന്നെ നമ്മളെ യാസീൻ ഓതിയ മത്തങ്ങയുടെ വള്ളി മാരിയ. ഇത് തുടങ്ങിയിട്ട് തന്നെ വീണ്ടും തിരിച്ചു വരും. മുബീൻ തീരണ്ടേ, മത്തങ്ങയുടെ വള്ളി മാരി നമ്മുടെ യാസീൻ. 2 ഓതിയാല് തുടങ്ങി അതേ സ്ഥലത്ത് തന്നെ തിരിച്ചു വരും. അല്ലെങ്കിൽ തന്നെ യാസീൻ ഓതിയ ഒരിടത്തെങ്കിലും പിടയ്ക്കാതിരിക്കില്ല. എവിടെ ഹാമിദൂനാണോ ജമീഉല്ലദീനാണോ അവിടെ ഒരു പിടച്ചിൽ ഏതായാലും വരും. അപ്പൊ ഈ പയ്യ യാസീൻ ഓതിയ തെറ്റൂല, ഉറക്കോതി തെറ്റും. അപ്പൊ ഇദ്ദേഹം ഓതി ഉറക്കെ അവസാനം ഇയാൾക്കൊരു സംശയം, വലല്ലാലീനാണോ വലല്ലാലൂനാണോ. അവിടെ നിർത്തി. അവസാനം ഇയാള് മൗമൂമിങ്ങൾ നോക്കി തന്ന ഒന്നും ഓതാത്തത്. അപ്പൊ അയാള് 2 കൽപ്പിച്ച് ഉറക്ക ഓതി വലല്ലാലൂൻ. ഇപ്പൊ ബാക്കി നിൽക്കണ മൗമൂമിങ്ങൾ നോക്കിയപ്പോ ഇതുവരെ വലല്ലാലീനായിരുന്നു. ഈ മുരിയാരി വന്നപ്പം വലല്ലാലൂൻ. അപ്പൊ അതിനോടൊപ്പിച്ച് അവരും പറഞ്ഞു ആമൂൻ. എന്നാ പിന്നെ വലല്ലാൽ എന്ന് പറഞ്ഞ മാതിരി നമ്മളിപ്പോ കൊറോണ വരികയാണ് ആമീൻ. കാരണം അതിന് വന്ന ആമീനേ ഉള്ളു. ഇത് എന്തിനാ ആമീൻ പറയണ, ഏതിനാ ആമീൻ പറയണില്ല. യഥാർത്ഥത്തിൽ ഇമാം മഹ്ദി ഇൻഷാല്ലാഹ് ഒരു 11 മണിയോടുകൂടി നമുക്ക് പിരിയാം. അതുവരെ ഇരിക്കൂലേ? അതുവരെ ഇരിക്കുന്നു. ഉറപ്പുള്ളവരൊക്കെ ഒന്ന് കൈവക്ക് കൈയുള്ളവരൊക്കെ പൊക്ക് മനുഷ്യന്മാര്. ആ ബാക്കിലുള്ളവരൊന്നും പൊക്കണില്ലല്ലോ. എന്റെ കണ്ണവിടം വരെ എത്തണമില്ല. ബായിക്കലെ ആ വെളിച്ചത്തിൽ ഇരിക്കുന്ന ആളുകളാ, പച്ചക്കസേര ഇരിക്കുന്ന ആളുകൾ കൈവക്കി. ഏറ്റവും ബാക്കി ഇരിക്കണവര്, ഈ വലത് സൈഡിൽ ഇരിക്കണവര് വസ്ആബുൽ യമീൻ വസ്ആബുൽ യമീൻ. ചുമ്മാ ഉറക്കമൊക്കെ ഒന്ന് പോയ ഒന്ന് റീഫ്രഷ് ആവാൻ വേണ്ടിയാണ്. അപ്പൊ ഇനി എഴുന്നേക്കരുത്. 11:30 വരെ 11:30 ആകുമ്പോൾ നമുക്ക് ദുആ ചെയ്തു അല്ലാഹു സ്വീകരിക്കും. സഹോദരിമാരിരിക്കൂല അതുവരെ. സഹോദരിമാരിയ്ക്കുന്ന അറഫയിൽ ആള് കൂടി മാതിരിയാണ്. അത്രത്തോളം സ്ത്രീകളുണ്ട്. മാഷാ അല്ലാഹ്. എല്ലാരും പറയും കൊറോണ കഴിഞ്ഞാൽ പിന്നെ വാതുണ്ടാവൂല. കൊറോണ കഴിഞ്ഞപ്പോ കടയുള്ളതിനേക്കാൾ ആള് കൂടുതൽ.
എന്താണെന്നറിയോ? കൊറോണ വന്നപ്പോ എല്ലാവർക്കും മനസ്സിലായി തട്ടിപ്പോകാൻ അധികം സമയമൊന്നും വേണ്ട. ഇനി അതിനു മാത്രം ഇവിടെ ജീവിക്കാൻ കഴിയില്ല. രണ്ട് കാര്യങ്ങളാണ് ഇമാം മഹ്ദിയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ഒന്ന്, ഞാൻ അതിന്റെ അടയാളങ്ങളും ആ വരുന്ന പ്രതലങ്ങളും പറഞ്ഞ് രണ്ടാമത് മുഅ്മിനീങ്ങളെ ചെറുപ്പക്കാരെ ഇമാം മഹ്ദി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു പ്രതീക്ഷ. എല്ലാം അവസാനിക്കും. ഈ ഫലസ്തീനിന്റെ മക്കളുടെ കണ്ണുനീർ അവസാനിക്കും. ഒരു രാത്രി അവസാനിച്ചൊരു പ്രഭാതം പുലരും. ബൈത്തുൽ മുഖദ്ദസ് ജൂതപ്പലിശകല്ല് തിരിച്ചു പിടിക്കപ്പെടും. അതിനല്ലാഹു നമുക്ക് നൽകാനുള്ള പടച്ചവൻ നമുക്ക് നൽകുന്ന സമ്മാനമാണ് ഇമാമുന മഹ്ദി അലൈഹിസ്സലാത്തു വസ്സലാം. അതുകൊണ്ട് സഹോദര സഹോദരി, ഇമാം മഹ്ദി എന്നതൊരു വിശ്വാസിയുടെ പ്രതീക്ഷയാ. ഒരു വിശ്വാസിയുടെ ജീവിതം തന്നെ പ്രതീക്ഷയല്ലയോ? എത്രമേൽ വലിയ പ്രതിസന്ധി വന്നാലും പ്രയാസം വന്നാലും ലോകരാഷ്ട്രങ്ങൾ മുഴുവനും ഒന്നിച്ചു വന്നാലും തകർക്കാൻ കഴിയാത്തൊരു വിശ്വാസമില്ലേ? യുരീദൂന ലിയുത്ഫിഊ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുത്തിമ്മു നൂരിഹി. അല്ലാഹുവിന്റെ ഈ ദിവ്യപ്രകാശത്തെ ഊതിക്കെടുത്താൻ അവർ ശ്രമിക്കുന്നുണ്ട് നബിയേ. വല്ലാഹു മുത്തിമ്മു നൂരിഹി. അല്ലാഹു ഈ പ്രകാശത്തെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് എന്റെ സമൂഹത്തോട് വളരെ ബോധത്തോടെ ഓർമ്മപ്പെടുത്തുകയാ, നമ്മുടെ ഇടയിൽ വലിയൊരു ചിഹ്നം വന്നിട്ടുണ്ട്. ഇസ്ലാം അടിച്ചമർത്തപ്പെടുകയാ. ഇനി മുസ്ലിമായി ജീവിക്കാൻ കഴിയില്ല. ഇനി മുസ്ലിമിന്റെ ഐഡന്റിറ്റിയിൽ ജീവിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് നമ്മുടെ ചെറുപ്പക്കാരികളെ സംബന്ധിച്ചോളം തലമറക്കണ്ട, ആറുമറക്കണ്ട. ഇനി എല്ലാവരോട് ചേർന്നിങ്ങനെ സങ്കരയനത്തിൽ ജീവിച്ചാ മതി. മുസ്ലിമായി ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് പ്രതീക്ഷകളെ സ്തമിച്ച് എന്തൊക്കെയോ ചണ്ടികളെ പോലെ ജീവിക്കുന്നവരെ നിങ്ങൾക്കറിയോ? ഇതിനേറെ പ്രയാസങ്ങളും പ്രതിസന്ധികളും വന്ന ഒരു കാലമുണ്ടായിരുന്നല്ലോ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ഒരു സൂറത്തുണ്ട്, സൂറത്തുൽ അഹ്സാബ്. ആ അഹ്സാബ് എന്ന് പറയുന്നത് സഖ്യകക്ഷികൾ എന്നാ അതിന്റെ അർത്ഥം പറയാ. അല്ലാഹുവിന്റെ റസൂലിനെ പേർഷ്യക്കാരും റോമക്കാരും ഒന്നിച്ചു കൂടുകയും സ്വദേശികളായ മക്കക്കാരുടെ പിന്തുണയും തേടി ഹബീബായ നബി തങ്ങളെ നാല് ഭാഗത്ത് നിന്ന് ആക്രമിച്ച ഒരു സമയമുണ്ട്. ഇത് ജാഊകും മിൻ ഫൗഖികും വമിൻ അസ്ഫല മിൻകും വഇദ സാഗത്തിൽ അബ്സാറു വബലഗത്തിൽ ഖുലൂബുൽ ഹനാജിറ വതളുന്നൂന ബില്ലാഹിൽ ളുനൂന. അങ്ങയുടെ മുകൾ ഭാഗത്ത് നിന്ന് താഴ്ഭാഗത്ത് നിന്ന് അങ്ങയുടെ മുകളിൽ നിന്നും വലതുഭാഗത്തു നിന്നും സഖ്യകക്ഷികൾ ഇങ്ങനെ ഊരിപ്പിടിച്ച വാളുകളുമായിട്ട് ഓടി വന്ന കാലം. ആ സമയത്തൊരു നേരത്തെ ഭക്ഷണം കഴിക്കാനില്ലാതെ പ്രതിരോധിക്കാൻ ഒരു തുരുമ്പ് വാള് കയ്യിലില്ലാതെ അസ്ഹാബു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്തുകൾ പേടിച്ചരണ്ട് നിന്നപ്പോ, ഞാൻ ചുരുക്കി പറയട്ടെ, ചരിത്രം പറയൽ എന്റെ ലക്ഷ്യമല്ല. ആനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ നിർദ്ദേശപ്രകാരം നാല് ഭാഗത്തും കിടങ്ങ് കുടിച്ചൊരു ചരിത്രമില്ലേ? അഹ്സാബ് യുദ്ധത്തില്, ഖന്ദഖ് യുദ്ധത്തില്. ആ ചരിത്രം നിങ്ങൾക്കറിയോ? നാല് ഭാഗത്തും കിടങ്ങ് കുടിക്കുകയാ. 7 മീറ്റർ നീളം വെച്ച് 10 പേരടങ്ങുന്ന സഹാബത്തിന് വീതിച്ചു കൊടുത്തിട്ട് ശ്രമദാനം നടക്കുന്നത് പോലെ കിടങ്ങ് കുഴിക്കുമ്പോ ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ടില്ലാത്ത പട്ടിണി പാവങ്ങളായ സഹാബത്തുകൾ ഒരു പണിയായുധം എടുത്തിട്ട് മൺവെട്ടിയെടുത്ത് മണ്ണിലേക്ക് വെട്ടാൻ കഴിയാണ്. ആ കിടങ്ങിങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോ ആ കിടന്ന് കുടിക്കുന്ന സമയത്ത് തളർന്നു പോയപ്പോഴാണ് സഹാബത്ത് ഊർജം കിട്ടാൻ ഒരു പാട്ട് പാടിയത്. നമ്മളൊക്കെ ഞാറ് നടുമ്പോ പാട്ട് പാടുന്നത് പോലെ ചിലപ്പോ വലിയ ശ്രമകരമായ ജോലി ഒന്നിച്ച് ചെയ്യുമ്പോ ആളുകൾ അങ്ങനെ വെറുതെ പാട്ട് പാടുമ്പോ ഒരു ഉഷാറുണ്ടാവും. അപ്പോഴാണ് സഹാബത്ത് പാട്ട് പാടിയത്. അല്ലാഹുമ്മ ലൗലാ അന്ത മഹ്തദൈനാ വലാ തസദ്ദഖനാ വലാ സല്ലൈനാ ഫഅൻസിലൻ സകീനതൻ അലൈനാ വതബ്തിൽ അഖദാമ ഇല്ലാ ഖീനാ.
പടച്ചവനെ നീ ഞങ്ങൾക്ക് ഹിദായത്തിന്റെ വെളിച്ചം തന്നില്ലെങ്കിൽ ഞങ്ങൾ ഈ ഹബീബിന്റെ പുറകിൽ നിൽക്കുമായിരുന്നു. ഈ പാദങ്ങളെ ഏത് പ്രയാസം വന്നാലും ഞങ്ങളുടെ ഇസ്ലാമിൽ അടിയുറപ്പിച്ച് നിർത്തണേ റബ്ബേ എന്ന് ഈരടി പാടിയപ്പോ സഹോദരങ്ങളെ സഹോദരിമാരെ അത് കേട്ട ഹബീബായ നബി തങ്ങൾ കൂടെ പാടി കൊടുത്തില്ലേ? അവരുടെ ആവേശം വർദ്ധിക്കാൻ ലോകത്തിന്റെ ഹബീബ് കൂടെ ചേർന്നു. അല്ലാഹുമ്മ ലാ ഐശ ഇല്ലാ ഐശൽ ആഖിറ ഫർഹമിൽ അൻസാറ വൽ മുഹജിറ. പടച്ചവനെ യഥാർത്ഥ ജീവിതം ആഖിറത്തിലാണല്ലോ. കഷ്ടപ്പെട്ട് പട്ടിണി കിടന്നിട്ടും അല്ലാഹുവിന്റെ ദീനിനെ സംരക്ഷിക്കാൻ വേണ്ടി ഈ പാടുപെടുന്ന മുഹാജിറുകൾക്കും അൻസാറുകൾക്കും നീ പുറത്തു കൊടുക്കണേ റബ്ബേ എന്ന് പാട്ടുപാടി ഖന്തഖ് യുദ്ധത്തിലെ ഈ ശത്രുക്കൾ ഇങ്ങനെ വാപിളർന്ന് തിന്നാൻ കാത്തു നിൽക്കുമ്പോ ആ സമയത്താണ് സഹാബത്ത് ഒരു പണിയായുധം വെച്ചൊരു പാറക്കല്ല് പൊളിക്കുന്നത്. പാറക്കല്ല് പൊട്ടിക്കാൻ കഴിയാറ് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയെ കുഴി കുഴിക്കുമ്പോൾ ഒരു വലിയ പാറക്കല്ല് തടസ്സമായിട്ട് നിൽക്കാം. ഞങ്ങൾ പല പ്രാവശ്യം വെട്ടി നോക്കിയിട്ടും ആ പാറക്കല്ല് പൊട്ടുന്നില്ല നബിയെ. ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് പണിയായുധം ഞങ്ങളുടെ കൈവിരലിലും മുറുകുന്നില്ല. അത്രമേല് ഞങ്ങൾ ക്ഷീണിതരാണ് നബിയെ എന്ന് പറഞ്ഞ് വയറ്റിൽ 2 കല്ല് കെട്ടി വെച്ചിട്ടാണ് അവർ നിൽക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ എന്ത് ചെയ്തെന്നറിയോ? എന്റെ ഉമ്മത്ത് മുസ്ലിമയോട്, പ്രത്യേകിച്ച് എന്റെ യുവാക്കളോട് ശപിക്കപ്പെട്ട നിഷ്ക്രിയത്വത്തിന്റെ ഇരുണ്ട തുരുത്തുകളിലെ ചിന്താശേഷി പടയപ്പെടുത്തി കലാലയത്തിൽ മാടി വിളിക്കുന്ന നിരീശ്വരവാദികളുടെയും വ്യക്തിവാദികളുടെയും സന്ദേഹവാദികളുടെയും വാക്ക് കേട്ടിട്ട് ഇസ്ലാമിനെ അസ്തമിച്ചു എന്ന് കരുതുന്ന എന്റെ പ്രിയപ്പെട്ട കരളിന്റെ കഷണമായ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്നെ കേൾക്കാൻ ഇവിടെ തടിച്ചുകൂടിയ പ്രിയപ്പെട്ട പെങ്ങളെ, പണിയായുധം ഇങ്ങ് വാങ്ങിച്ചു. എന്നിട്ട് ആ പൊട്ടാത്ത പാറക്കെട്ടിലേക്ക് ഇരുമ്പിന്റെ ആയുധം അങ്ങനെ ആഞ്ഞു വെട്ടുമ്പോ ഇരുമ്പ് പോയി പാറയിൽ പോയി തൊട്ടപ്പോട് അവിടെ നിന്ന് തീപ്പൊരി ഇങ്ങനെ ചിതറാൻ തുടങ്ങി. ആ സമയത്താണ്, കേട്ടോളൂ നിങ്ങൾ, നടുവളഞ്ഞിരിക്കുന്ന ഭക്ഷണത്തിനില്ലാതെ പട്ടിണി കിടക്കുന്ന നിവർന്ന് നിൽക്കാൻ പോലും കഴിയാത്ത സഹാബത്തിനോട് ഹബീബായ നബി തങ്ങൾ ചോദിച്ചു, സഹാബാ സഹാബാ ഈ തീപ്പൊരി ഏറെന്നറിയോ? അറിയില്ല നബിയെ. ഹബീബിന്റെ മറുപടി ഏറെന്നറിയോ? അതാ കുനൂസ് കിസ്റ, ഇത് കിസ്റയുടെ ഖജനാവാണ് കേട്ടോ. രണ്ടാമത് തീപ്പൊരി ചെതറപ്പോ ഇത് കിസ്റയുടെ ഖജനാവാണ്, ഇത് റോമിന്റെ ഖജനാവാണ്. പട്ടിണി പാവങ്ങളായ സഹാബത്ത് അന്തം വിട്ടന്താളിച്ചു മുഖത്ത് നോക്കുമ്പോ, സഹോദരാ ആരാ കിസ്റ എന്നറിയോ? സഞ്ചാരപ്രിയരുടെ രാക്കഥകളിലും ആളുകളുടെ വർത്തമാനത്തിലും മാത്രം കേട്ടിട്ടുള്ള ഇന്നത്തെ അമേരിക്കയേക്കാൾ വലിയ സാമ്രാജ്യമാണെന്ന് കിസ്റ. പട്ടിണി കിടക്കുന്ന സഹാബത്തിനോടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, സഹാബാ പട്ടിണിയെല്ലാം മാറും, ഈ ശത്രുക്കളൊക്കെ തോട്ടോടും, എല്ലാം തകർന്ന് തരിപ്പണമാവും. ഒരു നേരത്തെ ഭക്ഷണത്തിന് ഗതിയില്ലാതെ കരിങ്കല്ല് വയറ്റത്ത് കെട്ടിവെച്ചിട്ട് നടക്കേണ്ടി വന്ന നിങ്ങളുടെ കയ്യിൽ ഇസ്രായേലിന്റെ താക്കോല് പടച്ചവൻ നിങ്ങളുടെ കയ്യിൽ തരും. നിരാശപ്പെടരുത്, നിരാശപ്പെടരുത്, പ്രതീക്ഷ കൈവിടരുത് എന്ന് പഠിപ്പിക്കാനാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സഹോദരാ, ഇമാം മഹ്ദി ഒരു പ്രതീക്ഷയാണ്, വരാനിരിക്കുന്ന ഉമ്മത്തിന്റെ പ്രതീക്ഷ. ഖുദ്സിന്റെ പാവപ്പെട്ട ഫലസ്തീനികളുടെ നിരപരാധികളുടെ രക്തം കൊണ്ട് പരതിയൊടുങ്ങിയ ഖുദ്സ്, അത് തിരിച്ചു തരാനുള്ള പ്രതീക്ഷ, നമുക്ക് പിടിച്ചു നൽകാനുള്ള പ്രതീക്ഷ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇമാം മഹ്ദി ഒരു പ്രതീക്ഷയാണ്. അതുകൊണ്ട് ജീവിതത്തിൽ പ്രതീക്ഷകളെ കൈവിടാൻ പാടില്ല സഹോദരാ. ഏത് വിഷയത്തിലാവട്ടെ, പട്ടിണി കിടക്കുന്നവരോടാണ് പറഞ്ഞത്, ഒരു ദിവസം നിനക്ക് ഇസ്രായേലിന്റെ ഖജനാവ് നിന്റെ കയ്യിൽ വരും. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തില് ഖാദിസിയ യുദ്ധത്തില് സയ്യിദ് റളിയല്ലാഹു അൻഹു ഈ ഖജനാവ് തുറക്കുന്ന ഒരു രംഗമുണ്ട്, പറയാൻ സമയമില്ല. അന്നാണ് ദിജില നദിയുടെ മുകളിലൂടെ സയ്യിദ് റളിയല്ലാഹു അൻഹു കുതിരയെ പായിച്ചത്. ആ കുതിര
നദിയുടെ വെള്ളത്തിൽ താണില്ല മുഅ്മിനേ. നിങ്ങൾ എന്ത് ചരിത്രം അറിഞ്ഞു? ഏത് നിങ്ങൾ കേട്ടു? മുസ്ലിമോ? ഇനി അങ്ങനെ ജീവിക്കാനോ? അല്ല അല്ല അല്ല. ഹന്തക്കിന്റെ യുദ്ധത്തിൽ ഹബീബ് പറഞ്ഞ കിസ്റയുടെ ഖജനാവ് തുറക്കാൻ സൈദ് റളിയല്ലാഹു അൻഹു കിസ്വ ഈ ഖാദിസിയ യുദ്ധം ജയിച്ചിട്ട് ദിജ്ല നദിയുടെ മുമ്പിൽ പോയി നിൽക്കുന്നുണ്ട്. കിസ്റക്കാർ യുദ്ധം ജയിച്ചപ്പോ അപ്പുറത്തോട്ട് കടക്കാനുള്ള പാലം വലിച്ച് നദിയിൽ തള്ളിയിട്ടു. അല്ലാഹുവിന്റെ റസൂലിന് വാഗ്ദാനം ചെയ്ത കിസ്റ ദിജ്ല നദിയുടെ മുൻഭാഗത്ത് നിൽക്കുന്നു. 30,000 വരുന്ന സഹാബത്തിന് പാക് നദി കടക്കാൻ ഒരു മാർഗവുമില്ല. അപ്പോഴാണ് സഅദ് റളിയല്ലാഹു അൻഹു ഈ ഉമ്മത്തിന്റെ ആയുധം കയ്യിലെടുത്തത്. ഈ ഉമ്മത്തിന്റെ ആയുധം നാപ്പാം ബോംബല്ല, കാർപ്പറ്റ് ബോംബുകളല്ല, ഹൈഡ്രജൻ ബോംബുകളല്ല, നിരപരാധികളെ കൊന്നൊടുക്കുന്ന ആയുധങ്ങളല്ല. ഈ ഉമ്മത്തിന് അല്ലാഹു ഏറ്റവും നൽകിയ ആയുധം ഏതെന്നറിയുമോ? സഹാബ, നിങ്ങൾ വുളു എടുത്തിട്ട് 2 റക്അത്ത് നിസ്കരിച്ചോളൂ. ദിജ്ല നദിയിൽ 30,000 സഹാബത്ത് വുളു എടുത്ത് ആ നദിയുടെ മുമ്പിൽ 2 റക്അത്ത് നമസ്കരിച്ചു. സലാം വീട്ടിയിട്ട് സയ്യിദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിനോട് ദിജ്ല നദിയുടെ ഓളങ്ങൾ ഇങ്ങനെ തടം തള്ളിയാ തൊടുകുമ്പോ സയ്യിദ് റളിയല്ലാഹു തആല ദുആ ചെയ്തു, അല്ലാഹുവേ, നിന്റെ ഹബീബിന് നീ വാഗ്ദാനം ചെയ്ത കിസ്റയുടെ കൊട്ടാരം ദിജ്ല നദിയുടെ മറുഭാഗത്തുണ്ട്. കടന്നു പോകാനുള്ള പാലം അവരെ തകർത്ത് കളഞ്ഞു. നിന്റെ ഹബീബിന്റെ സന്തോഷം നൽകുന്നതിന് ദിജ്ല കടക്കാൻ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല റബ്ബേ. ഈ ദിജ്ലയെ എടുക്കുന്ന അല്ലാഹ്, യാ അലീമു യാ ഹലീം, യാ അലീമു യാ ഹലീം, യാ അലീമു യാ ഹലീം. ഈ ദിക്ർ ചൊല്ലി സയ്യിദ് റളിയല്ലാഹു അൻഹു കുതിരപ്പുറത്തോട്ട് ചാടി കയറി കടിഞ്ഞാണ് വലിച്ചു. സയ്യിദിന്റെ കുതിര സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ കുതിര തടം തന്നെയാ തൊഴുകുന്ന ദിജ്ല നദിയുടെ ഓളപ്പരപ്പിലേക്ക് എടുത്തു ചാടി. ആ കുതിര കുളമ്പടി ദിജ്ല നദിയുടെ ഓളങ്ങളുടെ ഉപരിതലത്തിൽ സ്പർശിച്ചപ്പോ അതേവരെ തടം തന്നെയാ തൊടുകിയ ദിജ്ല നദി നിശ്ചലമായി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അല്ലാഹു ഹബീബിന്റെ പ്രതീക്ഷ കൊടുക്കുകയാണ്. ദിജ്ല നദി നിശ്ചലമായി. തൗഹീദ് കി അമാനത്ത് സീനോ മേ ഹി ഹമാരാ അസാ നഹീ മിട്ടാനാ നാമോ നിശാൻ ഹമാരാ. അകത്തവനിലുള്ള അചഞ്ചലമായ വിശ്വാസമുണ്ടെങ്കിൽ ഈ ഉമ്മത്തിനെ തകർക്കാൻ ആർക്കാണ് കഴിയുക? ആ ഓളപ്പരപ്പിന് ദിജ്ല നദി നിശ്ചലമായി. അല്ലാഹു അക്ബർ എന്ന് വിളിച്ചുകൊണ്ട് 30,000 സഹാബത്ത് കുതിരപ്പുറത്ത് ചാടി. 30,000 കുതിരകളുടെ പുറത്ത് ഹബീബിന്റെ സഹാബത്തുകള് ദിജ്ല നദി മഞ്ഞകട്ടയായി. അതിന്റെ മുകളിലൂടെ കുതിരയുടെ കടിഞ്ഞാൻ പായിച്ച് അവര് കിസ്റയുടെ കൊട്ടാരത്തിന്റെ നടുമുറ്റത്തിലെത്തിയ കഥ കടന്നു പോയതാണ്. ചരിത്രം പഠിക്കാനുള്ളതാണ്. ചരിത്രം നമുക്ക് മനസ്സിലാക്കാനാണ്. സഹോദരങ്ങളെ, എന്തിനാണ് ഫലസ്തീനിലെ കണ്ണീര് വീഴുമ്പോ, കാർപ്പറ്റ് ബോംബുകൾ തകർത്തെറിയപ്പെടുമ്പോ, ആ ഫലസ്തീനികളെ ഷിയായിസം പറഞ്ഞ് ചാരന്മാര് ചാപ്പകുത്തുമ്പോ നീ നിരാശരാവണ്ട. പടച്ചവൻ നമ്മളെ പ്രതീക്ഷയിൽ നിലനിർത്താനാണ് പറഞ്ഞത്. ഈ അന്ധകാരത്തിന്റെ മൂടി വലിച്ചെറിയാൻ വെളിച്ചത്തിന്റെ പതാകയുമായി വരും ഇമാമുനാ മഹ്ദി അലൈഹിസ്സലാത്തു വസ്സലാം. അല്ലാഹു നമുക്ക് പ്രതീക്ഷ നൽകട്ടെ. നിങ്ങളെന്ത് മനുഷ്യന്മാർ, അല്ലാഹു നമുക്ക് പ്രതീക്ഷ തരട്ടെ. അതുകൊണ്ട് ഇമാം മഹ്ദി, 2ാമത്തെ പാട്ടതാണ്. ഇമാം മഹ്ദി കാത്തിരിക്കുന്ന ഒരു പ്രതീക്ഷ കൈവിടുവോ? അതെവിടെ? സ്വന്തം ജീവിതത്തിൽ പോലും കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ ചെറുക്കൻ സ്ത്രീധനം ചോദിച്ചിട്ട് അത് തന്നില്ലെങ്കിൽ എന്നെ കെട്ടില്ലേ എന്ന് പറഞ്ഞവൻ ഫോൺ ഓഫ് ചെയ്തു. ആ സമയത്ത് തന്റെ കൂടെ നിന്നവൻ വാക്കുമാറിയപ്പോ വാതിലടച്ചിട്ട് അനസ്തേഷ്യയുടെ മരുന്നെടുത്തിട്ട് ഒരു പെണ്ണ് ആത്മഹത്യ ചെയ്യാനുള്ള കാരണമെന്താ അവൾക്കറിയില്ല. വാക്കുമാറ്റാത്ത ഒരു തമ്പുരാൻ തനിക്കുണ്ട്. MBBS
MBBS പഠിച്ചത് മനസ്സിലാവണമെന്നില്ല, എഞ്ചിനീയറിംഗ് പഠിച്ചാൽ അത് മനസ്സിലാവണമെന്നില്ല. ഒരു വാക്കും മാറ്റാത്ത ഒരു പടച്ചവൻ എനിക്കുണ്ട്. ഒരാൾ എന്നെ കൈവിട്ടാൽ അതോടെ ജീവിതം അവസാനിക്കൂ. കടങ്ങളിൽ മുങ്ങിപ്പറ്റി നടക്കുമ്പോ ജീവിതം അവസാനിപ്പിക്കാനല്ല. എന്തിനാണ് എന്റെ പെങ്ങന്മാരോട് ഞങ്ങൾ ഇവിടെ വന്നിട്ട് കബീർ വാക്കബ് ഞങ്ങൾക്ക് വേണ്ടി ഒരു പരാതിയും ഒന്നും പറഞ്ഞില്ലെന്ന് പരാതി വേണ്ട. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രയാസം വരുമ്പോ ചേർത്ത് നിർത്തേണ്ട ഭർത്താവ്, ആ ഭർത്താവിന്റെ ബന്ധുക്കൾ ആക്രോശിക്കുമ്പോ അവളെ കയ്യേറ്റം ചെയ്യുമ്പോ ആ സമയത്ത് വാതിലടച്ചിട്ടൊരു പെണ്ണെന്തിനാണ് കോഴിക്കോട് ആത്മഹത്യ ചെയ്തത്? പെങ്ങളെ, ഒരു നിമിഷം കൊണ്ട് അവസാനിപ്പിക്കാനുള്ളതല്ല ജീവിതം. ഒരു സങ്കടത്തിന് പുറകെ ധാരാളം സന്തോഷങ്ങൾ നമ്മളെ കാത്തിരിപ്പുണ്ട്. അതുകൊണ്ട് സങ്കടം വരുമ്പോ, കടബാധ്യതകൾ വരുമ്പോ, പ്രയാസങ്ങൾ വരുമ്പോ, ഗാർഹിക പ്രശ്നം വരുമ്പോ ലൈവായിട്ട് ആത്മഹത്യ ചെയ്യുന്ന പുരുഷന്മാർ, ഭാര്യ ചതിച്ചപ്പോ ഒരു ചെറുപ്പക്കാരൻ ലൈവായിട്ട് ആത്മഹത്യ ചെയ്തത്രേ. പരാജയപ്പെടാനുള്ളല്ല ജീവിതം. സഹോദരങ്ങളെ, പിടിച്ചു നിൽക്കുക, പ്രതീക്ഷയോടെ മുമ്പോട്ട് പോവുക. കാരണം നിനക്കൊരു രക്ഷിതാവ് നിന്റെ കൂടെയുണ്ട്. അതുകൊണ്ട് ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കരുത്. നിങ്ങളുടെ കൈകളെ നാശത്തിലേക്ക് ഇടരുതെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു ആത്മഹത്യയിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ. ആമീൻ പറ. ഒരു സഹോദരി എന്നെ വിളിച്ചിട്ട് വീട്ടിലെ കുറെ സങ്കടം പറഞ്ഞിട്ട് പറഞ്ഞു, ഉസ്താദേ, പലപ്പോഴും ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നുമ്പോ നിങ്ങളുടെ ഒരു പ്രസംഗം എനിക്ക് ഓർമ്മ വരും. ജീവിതം പരീക്ഷണങ്ങളുടേതാണ്. അത് ഓർമ്മ വരുമ്പോ ആത്മഹത്യയിൽ നിന്ന് ഞാൻ പിന്മാറും. ഈ വിനീതന്റെ ഒരു വാക്ക് ഒരു തളർന്ന മനസ്സിന് ഊർജം കൊടുക്കുമെങ്കിൽ സഹോദരാ, ആരെങ്കിലും ഒരു മൂർച്ചയുള്ള ആയുധം കൊണ്ട് ആത്മഹത്യ ചെയ്ത അവൻ നാളെ നരകത്ത് അതേപോലെയുള്ള മൂർച്ചയുള്ള ആയുധങ്ങൾ ശരീരത്തിൽ കുത്തിയിറക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആരെങ്കിലും വിഷം കഴിച്ച ആത്മഹത്യ ചെയ്താൽ അവൻ ആ വിഷദ്രാവകൻ നരകത്തിൽ കുടിക്കേണ്ടി വരും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് പിടിച്ചു നിൽക്കുക, പരമാവധി പ്രതീക്ഷയിൽ നിലനിൽക്കുക. ഇമാം മഹദി പ്രതീക്ഷയാണ്. അല്ലാഹു നമുക്ക് ആ പ്രതീക്ഷ നിലനിർത്തി തരട്ടെ. ആമീൻ പറയും. ഇനി മൂന്നാമത്തെ കാര്യം ഇതും കൂടി പറഞ്ഞ് നമുക്ക് പിരിയാം. إلهي سلم الأمة من الآفات والنقمة ومن هم ومن همة بأهل البدير يا الله صلاة الله. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. മൂന്നാമത്തെ കാര്യം ഇവിടെ എന്നെ പറഞ്ഞ മനസ്സിലാവണില്ലേ? അള്ളാഹു അവന്റെ ദീൻ പറയാനുള്ള ആഫിയത്തും ആരോഗ്യം അള്ളാഹു പ്രദാനം ചെയ്യാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മൂന്നാമത്തെ കാര്യം, ഇമാം മഹ്ദി വരുന്നത് ഒരു സന്തോഷമാണ്. അല്ലേ? ആണോ അല്ലേ? എന്നിട്ട് മനുഷ്യന്മാരെ മുഖ്യമന്ത്രിയെ കരിങ്കൂടി കാണിക്കാൻ പോയമായിരുന്നു. അന്തം വിട്ട് അന്താളിച്ചങ്ങനെ നോക്കണം. എന്താണ് ഇമാം മഹ്ദി വരുന്നത് നമുക്ക് കേൾക്കുന്ന ഒരു സന്തോഷമല്ലേ? ആണ്. കാണാൻ എല്ലാവർക്കും പൂതിയുണ്ടില്ലേ? ഉണ്ട്. പക്ഷേ മൂന്നാമത്തെ കാര്യം, ഞാൻ ഈ ബന്ധമായിട്ട് ഇതിനെ സമാപിപ്പിക്കാൻ, മൂന്നാമത്തെ കാര്യം, സന്തോഷം എന്നതുപോലെ അത് നീണ്ടു നിൽക്കുന്ന ഒരു സന്തോഷമല്ല.
കാരണം ഇമാം മഹ്ദി ഇപ്പൊ നമ്മളോട് ഒരാൾ പറയാ, നിനക്ക് നാളെ രാവിലെ ഒരു 10 കോടി രൂപ ഒരാൾ കൊണ്ടുവന്ന് തരും. നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ? അങ്ങനെ കേട്ടാ നമുക്ക് സന്തോഷം വരൂലേ? എടാ, ഇത് ഇത്രയ്ക്ക് മുത്തക്കീങ്ങളാ. ഇന്നലില്ലാഹി ഇബാദം ഫൂതന തല്ലഖു ദുനിയ വഖാഫുൽ ഫീതന. നാളെ ഒരാൾ 10 കോടി രൂപ നിങ്ങൾക്ക് തരും എന്ന് പറയാൻ നമുക്ക് സന്തോഷമല്ലേ? ആണല്ലോ. നമ്മൾ ആ സന്തോഷത്തിൽ ഇങ്ങനെ കാത്തിരുന്നിട്ട് നാളെ രാവിലെ 10 മണിക്ക് ആ 10 കോടി രൂപ നമ്മുടെ കയ്യിൽ കിട്ടിയ ഉടനെ ഇത് പറഞ്ഞ ആള് തന്നെ വന്നിട്ട് പറയാ, ഈ പൈസയായിട്ട് നീ വീട്ടിലോട്ട് പോണ വഴിക്ക് കൊള്ളക്കാര് നിന്നെ പിടിച്ചു നിർത്തിയിട്ട് നിന്റെ തല അറുത്ത് മാറ്റിയിട്ട് ഈ 10 കോടി രൂപ മോട്ടിച്ചോണ്ട് പോകും. പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു. ഇതിന് സന്തോഷം എന്ന് പറയാൻ പറ്റില്ല. ഒരു സാമാന്യ ബുദ്ധി ഞാൻ ചോദിക്കുന്ന സന്തോഷം എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ എന്ത് പറയും? പടച്ചോനെ ഇത് കിട്ടണ്ടായിരുന്നു. അയാള് കൊല്ലാൻ വേണ്ടി കഴുത്തിറക്കാൻ പിടിക്കുമ്പോഴേ നമ്മൾ എന്ത് പറയും? പടച്ചോനെ ഇത് കിട്ടാതെ ഈ 10 കോടി കിട്ടിയിട്ടെന്താ കാര്യം? എന്റെ പൊന്നു സഹോദരങ്ങളെ, ഇമാം മഹ്ദി വരും എന്ന് പറഞ്ഞതിന് ശേഷം ആ ഇമാം മഹ്ദി വരെ സന്തോഷമാണ്. അല്ലാഹു ആ സന്തോഷത്തെ നിലനിർത്തി തരട്ടെ. എന്നാൽ ഇമാം മഹ്ദി വന്നു കഴിഞ്ഞാൽ പിന്നെ ഖിയാമത്ത് നാളായില്ലേ? തീർന്നില്ല. എല്ലാ സന്തോഷവും ഒറ്റ ദിവസം കൊണ്ട് തീർന്നില്ലേ? ഞാൻ പറഞ്ഞ മനസ്സിലാവണമെന്ന്. ഇത് ലൈവുണ്ട്. ഇത് കട്ട് ചെയ്തെടുത്തിട്ട് ഇമാം മഹ്ദി വരുന്നത് ദുരന്തമാണ് എന്ന് ഗംഭീർ വാക്ക്. നാളെ ഇപ്പതായിരിക്കും ഹെഡിങ്. ഈ ദുനിയാവിൽ ഇതിനു വേണ്ടി ചില പ്രേതഭൂത പിശാചുക്കൾ ഇരിപ്പുണ്ട്. ഇന്നത്തെ പ്രസംഗം എന്റെ നോക്ക് ആരെയൊക്കെ ലൈവുണ്ട്, അത് കട്ട് ചെയ്തിട്ട് ഇമാം മഹ്ദി വരുന്നത് സന്തോഷമല്ല ഗംഭീർ വാക്ക്. ഈ റക്കീബിനെ അത്തീദിനെ അല്ല പേടിക്കേണ്ടത്, പിന്നെ പേടിക്കേണ്ട ഫേസ്ബുക്കും വാട്സപ്പുമാണ്. ഞാനിപ്പോ കൊണ്ടോട്ടി അങ്ങാടി പോയപ്പോ ഒരു ബാർ, എന്റെ വണ്ടിയിൽ ഞാൻ പോവാണ്. അപ്പൊ അവിടെ ട്രാഫിക് ബ്ലോക്ക് ആയതുകൊണ്ട് ആ ബാറിന്റെ അവിടുത്തെ റോഡിൽ കൂടെ കയറി എന്റെ വണ്ടി തിരിച്ചു. എന്റെ വണ്ടി എല്ലാവരും കയറിയാൻ KL82 66. ആ ബാറിന്റെ ബോർഡിന്റെ താഴെ എന്റെ വണ്ടി എത്തുമ്പോ ഒരാൾ ഫോട്ടോ എടുത്തു. പിറ്റേ ദിവസം വാട്സപ്പിൽ വലിയ ഒരു വാർത്ത, കബീർ വാക്കബി ബാർ ഹോട്ടലിൽ. തീർന്നോ? അന്നത്തെ പ്രസംഗം ക്യാൻസൽ, പിറ്റേ ദിവസം ക്യാൻസൽ. ഇതാണ് ഫേസ്ബുക്കും വാട്സപ്പും. പക്ഷെ എന്റെ വണ്ടി ബാർ ഹോട്ടലിന്റെ ബോർഡിന്റെ താഴെ എത്തിയാലും റക്കീബ് എത്തിയതും എന്ത് പറയും? അത് വണ്ടി വളയ്ക്കാൻ വേണ്ടിയാണ്. അതിനകത്ത് കേറി കള്ളു കുടിച്ചാലേ അവരെഴുതുള്ളൂ. അതിന്റെ മുമ്പിൽ കൂടെ പോയാൽ നമ്മുടെ മനുഷ്യന്മാരത് എഴുതിക്കളയും. അതാണ് ഇന്നത്തെ ലോകം. അവരിപ്പോഴേ ചെയ്തു. റക്കീബ് എത്തിയതോ അത് ചെയ്താലേ എഴുതൂ. ഇങ്ങനെ യാതൊരുവിധ ഹക്കും ബാത്തിലും ഇല്ലാത്ത ഒരു ലോകമാണ് നമ്മുടെ ലോകം. ഇവിടെ സഹോദര, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഇമാം മഹ്ദി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന സന്തോഷം അത് കഴിഞ്ഞാൽ വൈദാനു ഫിഹ ബിസ്സൂരി ഫസഇഖ മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർളി ഇല്ലാ മൻ ശാ അല്ലാഹ്. ഇസ്രാഫീൽ സൂറന്ന കാഹളത്തിൽ ഊതലായി. അതിയോടെ ഈ ലോകം മുഴുവൻ തകർന്ന് തരിപ്പണമായി. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഖറജത്തിൽ അർളു അത്കാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ. ഭൂമി തകർന്ന് തരിപ്പണമാകുന്നു. ആകാശം തകർന്ന് തരിപ്പണമാകുന്നു. ഭൂമി കൊടുകടാ വിറപ്പിക്കപ്പെടുന്നു. വൃക്ഷലതാദികളെ തകർന്ന് താഴെ വീഴുന്നു. ഈ സസ്യങ്ങൾ മുഴുവനെ കരിഞ്ഞു പോകുന്നു. ആകാശത്തിലൂടെ പർവ്വതങ്ങൾ അപ്പൂപ്പം പാടി പറക്കുന്നത് പോലെ പറക്കുന്നത് കാണുമ്പോ മനുഷ്യൻ ചോദിക്കുന്നു, വഖാലൽ ഇൻസാനു മാ ലഹാ. ഈ
ഈ ഭൂമിക്ക് എന്ത് പറ്റിപ്പോയി? ഈ ഭൂമി എന്നാണ് സംഹാര താണ്ഡവമാടുന്നടന്ന് മനുഷ്യര് വിലപിക്കുന്ന സമയത്തിന് മുന്നോടിയായിട്ടാണ് ഇമാം മഹ്ദി അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നത്. സഹോദര സഹോദരി, അതാ കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. മാന്യനും പ്രതാപവാനുമായ പടച്ചവന്റെ പരലോകം വരികയോ. അതുകൊണ്ട് ഇമാം മഹ്ദി വരുന്നത് ലോകാവസാനത്തിന് മുന്നോടിയായിട്ടാണ്. അതോടെ മഹ്ശറ എന്ന ലോകം തുടങ്ങുകയാണ്. യൗമ നഹ്ശുറുൽ മുത്തഖീന ഇലർ റഹ്മാനി വഫദാ വനസൂഖുൽ മുജ്രിമീന ഇലാ ജഹന്നമ ഫിർദാ. ജനങ്ങളെ രണ്ടായി വിഭജിച്ച് ഹിസാബിന് വേണ്ടി പരലോകത്ത് നിർത്തപ്പെടുന്ന ദിവസത്തിന് മുന്നോടിയായിട്ടാണ്. അതുകൊണ്ടാണ് മദീനത്തെ പള്ളിയിൽ ഇരിക്കുന്ന ഹബീബിന്റെ അടുക്കൽ വന്നൊരു സഹാബി ചോദിച്ചപ്പോ, നബിയെ മത്തസാ, എപ്പോഴാണ് ഈ ലോകം അവസാനിക്കുക? ഉടനെ തിരുദൂതരുടെ മറുപടി വന്നു, ആ സഹോദരാ, ആ ഖിയാമത്ത് നാളിന് വേണ്ടി എന്താണ് നീ സമ്പാദിച്ചു വെച്ചിരിക്കുന്നത്? നിന്റെ കയ്യിൽ എന്തുണ്ട്? നിന്റെ കയ്യിൽ എന്തുണ്ട്? ഉണ്ടോ? മൂന്നാമത്തെ ചർച്ച അവിടെ ഇമാം മഹ്ദി വന്നു. ലോകം അവസാനിച്ചു. ആ മഹ്ശറയിലേക്കുള്ള ലോകത്തിലേക്ക് നിന്റെ കയ്യിൽ എന്താണുള്ളത്? എന്തെങ്കിലും ഉണ്ടോ? നാളെ ഖഹാറായ റബ്ബിന്റെ മുമ്പിൽ, ജബ്ബാറായ റബ്ബിന്റെ മുമ്പിൽ എന്താണ് നിങ്ങൾക്ക് കൊണ്ടുപോകാനുള്ളത്? ഇമാം മഹ്ദിയുടെ വരവിനെ നമ്മളെ ചർച്ച ചെയ്യുമ്പോ അത് കഴിഞ്ഞിട്ടൊരു ദിവസം നമുക്ക് വരാനില്ലേ സഹോദരങ്ങളെ? എല്ലാവരെയും വിചാരണയ്ക്ക് വേണ്ടി നിൽക്കുന്ന ദിവസം കൈശൂന്യമാണ്. ഗർഭാശയത്തിൽ നിന്ന് വെളിയിലോട്ട് വരുന്ന കുഞ്ഞ്, ആ കുഞ്ഞിന്റെ രണ്ട് കൈയും ഇങ്ങനെ ചുരുട്ടിയാണിരിക്കുക. മാണ്ട ഗർഭാശയത്തിൽ നിന്ന് വരുമ്പോ നമ്മുടെയൊക്കെ കൈ ഇങ്ങനെ ചുരുട്ടി പിടിച്ചിട്ടായിരിക്കും, അല്ലേ? അല്ലേ? ആദ്യം പ്രസവിച്ച് വിടുമ്പോ നമ്മുടെ കൈ എങ്ങനെ ഇങ്ങനെ ഇരിക്കുക? തലയാട് നിങ്ങൾ കണ്ട? നമ്മൾ ആ പെണ്ണുങ്ങൾ അവിടെ മരണവേദന പറയുമ്പോ നമ്മളിവിടെ കപ്പലണ്ടി നിന്ന് വെളിയിരിക്കല്ലേ ലേബർ റൂമിൽ? ആ സാധുക്കൾ കാണണത്. അള്ളാഹു നമ്മുടെ സഹോദരിമാർക്ക് ആഫിയത്ത് കൊടുക്കട്ടെ. അള്ളാഹു നമ്മുടെ സഹോദരിമാർക്ക് ആഫിയത്ത് കൊടുക്കട്ടെ, ആഫിയത്ത് കൊടുക്കട്ടെ. യാ റസൂലല്ലാഹ്, എന്റെ ഉമ്മയെ ഞാൻ എത്ര സ്നേഹിച്ചാലും അവരെന്നെ ഉപദ്രവിക്കുന്നു നബിയേ. എന്റെ ഉമ്മയെ തിരിച്ചെന്തെങ്കിലും പറയാൻ അനുവാദമുണ്ടോ? ഹബീബിന്റെ മറുപടി പറഞ്ഞു, സഹാബി, നിന്നെ പ്രസവിക്കുന്ന സമയത്ത് അവരനുഭവിച്ച വേദനയ്ക്ക് പകരം അവരെന്ത് ചെയ്താലും തിരിച്ചു ചെയ്യാൻ നിനക്ക് അനുവാദമില്ലെന്ന് ഉമ്മയുടെ കാൽപ്പാടത്തിന്റെ ഇടയിൽ സ്വർഗം വാഗ്ദാനം ചെയ്ത നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മുടെ ഉമ്മമാർക്ക് പുറത്തു കൊടുക്കട്ടെ, അവർക്ക് ആഫിയത്ത് നൽകട്ടെ, അവരുടെ പൊരുത്തവും ഗുരുത്വവുമുള്ള മക്കളാക്കി അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ഉമ്മാടെ ഗർഭാശയത്തിൽ നിന്ന് വരുമ്പോ കൈ ഇങ്ങനെ ചുരുട്ടി പിടിച്ചിരിക്കുകയാണ്. ഒരു കവി അദ്ദേഹത്തിന്റെ ഭാവനയിൽ പറയാ, ഗർഭാശയത്തിൽ നിന്ന് വന്നപ്പോ നവജാത ശിശുവിന്റെ കൈ ഇങ്ങനെ ചുരുണ്ടിരിക്കുന്നത് കണ്ടപ്പോ ആ കുട്ടിയോട് കവി ചോദിച്ചു അത്രേ, മുത്തേ കണ്ണേ തേനെ പാലേ മുട്ടി സേ ക്യാ ഹേ ആനെ വാലാ ജിന്ദഗി കി സ്വപ്നാ ഹേ. എത്ര മനോഹരം, എത്ര മേൽ ചേതോഹരം. കൈ ചുരുട്ടി പിടിക്കുന്നത് കൈയുടെ ഉള്ളിൽ എന്തെങ്കിലും ഉള്ളപ്പോഴാണ്. ചോദിച്ചു, മോനെ നിന്റെ കൈയുടെ ഉള്ളിൽ എന്താണ്? ആ കുട്ടി പറഞ്ഞു, ആ കുട്ടി മറുപടി പറഞ്ഞതായി കവി പറയുകയാണ്, എന്റെ ബൈക്കുള്ളിൽ എന്തെന്നറിയോ? എന്റെ ഇനിയുള്ള ജീവിതത്തിലെ സ്വപ്നങ്ങളാണ് എന്റെ കൈയുടെ ഉള്ളില്. സ്വപ്നങ്ങൾ, ജീവിതമേ സ്വപ്നങ്ങളാണ്. അങ്ങകലെ പരുത്തിക്കോട് പള്ളിയുടെ ഖബർസ്ഥാനിലെ മൈലാഞ്ചി ചെടിയുടെ ചുവട്ടില് മണ്ണിട്ട് മൂടിയത് മനുഷ്യനെയല്ല, അവന്റെ സ്വപ്നങ്ങളെയാണ്.
ഹജ്ജ് ചെയ്യാനുള്ള സ്വപ്നം. പൂവണിഞ്ഞില്ല, അവൻ 6 അടി മണ്ണിലേക്ക് പോയി. മകളെ കെട്ടിച്ച് കാണാനുള്ള സ്വപ്നം കഴിഞ്ഞില്ല, അവൻ 6 അടി മണ്ണിലേക്ക് പോയി. പൊന്നുമോനൊരു ജോലി കിട്ടിയിട്ട് സമാധാനത്തോടെ കണ്ണടയ്ക്കാൻ സ്വപ്നം. പക്ഷേ വാപ്പയെ ജീവിതം സമ്മതിച്ചില്ല. ആ ജീവിതം മൈലാഞ്ചി ചുടിയുടെ താഴെ അവനെ കുഴിച്ചിട്ട് കളഞ്ഞു. മീസാൻ കല്ലിന്റെ മുകളിൽ എഴുതി വെച്ചത് മനുഷ്യന്റെ സ്വപ്നഭംഗങ്ങളെയാണ്. അതുകൊണ്ട് സഹോദരാ, ഈ ദുനിയാവിൽ കാണുന്ന ഒരൊറ്റ സ്വപ്നങ്ങൾ ചിലപ്പോ സാധിച്ചില്ലെന്ന് വരാം. പക്ഷേ ആഗ്രഹിച്ചതെല്ലാം കിട്ടുന്ന ഒരു ലോകമുണ്ട്. അതാണ് അല്ലാഹുവിന്റെ സ്വർഗം. അല്ലാഹു നമുക്കത് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ പറ. പിടിയാതെ തന്നൊഴുകുന്നതാ പാലാറ്, പുഴ പോലെ തന്നതിലുണ്ടടോ കള്ളാറ്. കുടിക്കുന്ന ജലമേച്ചത്തിടും കാഫൂറ, കലരാത്ത തേനൊലിക്കുന്നതാണ് അനാറ. പടച്ചവൻ നമ്മളെ മഹാന്മാരുടെ കൂടെ അല്ലാഹു നമ്മളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ.